ശശി സ്മാരക പാഞ്ചജന്യം പുരസ്കാര സമർപ്പണ അനുസ്മരണ ചടങ്ങിലേക്ക് എന്നെ ക്ഷണിച്ച ഇതിൻ്റെ ഭാരവാഹികൾക്ക്, പ്രത്യേകിച്ചും CS ശ്രീവത്സൻ, മറ്റ് ഭാരവാഹികൾ, എൻ്റെ പ്രിയ സുഹൃത്ത് ഡോക്ടർ T ശ്രീവത്സൻ എന്നിവർക്ക് നന്ദി പറഞ്ഞുകൊണ്ട് തുടങ്ങട്ടെ. അതോടൊപ്പം ഒരു ഗവേഷണ പ്രബന്ധം സമൂഹത്തിൽ എത്തുക, അത് സമൂഹത്തിൽ ഇങ്ങനെ നിരന്തരമായി ചലിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത് അപൂർവമായി കിട്ടുന്ന ഒരു ഭാഗ്യമോ അവസരവുമാണ്. ആ അവസരം സ്വന്തമാക്കിയിട്ടുള്ള ഡോക്ടർ ഇന്ദുലേഖ KS ഞാൻ അഭിനന്ദിക്കുന്നു. ഞാൻ മാത്രമല്ല, മദ്രാസ് യൂണിവേഴ്സിറ്റി മലയാള വിഭാഗം മുഴുവനും നിങ്ങളെ അഭിനന്ദിക്കുന്നു. ഇതിൽ അനുസ്മരണ പ്രഭാഷണം നടത്തിയിട്ടുള്ള ശ്രീമതി വസന്തകുമാരി, അവരുടെ വാക്കുകൾ കേട്ടപ്പോൾ എന്താണ് പ്രൊഫസർ KTV ശശി എന്നതിനെ കുറിച്ച്, അല്ലെങ്കിൽ ശശി മാഷ് എന്നതിനെ കുറിച്ചിട്ട് മനസ്സിലാക്കാൻ സാധിച്ചു. അതൊരു വലിയ ഭാഗ്യമാണ്. സാധാരണ ഞങ്ങളുടെ അധ്യാപകർ പറയാറുള്ളത്, അധ്യാപകർ അവരുടെ പുസ്തകങ്ങളിലൂടെയല്ല, അവർ നടത്തിയ പ്രവർത്തനങ്ങളിലൂടെയല്ല, മറിച്ച് ശിഷ്യരിലൂടെയാണ് അറിയപ്പെടുക എന്നാണ്. ഇപ്പോൾ ശിഷ്യ, ഗുരു എന്നൊക്കെയുള്ള പദങ്ങൾ ഉപയോഗിക്കാൻ തന്നെ തെല്ലൊരു മടി എനിക്കുണ്ട്, എങ്കിലും പറഞ്ഞു പോവുകയാണ്. ആ നിലയ്ക്ക് വളരെ സാർത്ഥകമായിട്ടുള്ളൊരു ജീവിതമാണ് ശശിമാഷ് കേരളത്തിൽ കാഴ്ചവെച്ചത്, പാലക്കാട് മാത്രമല്ല എന്ന് ഞാൻ മനസ്സിലാക്കി. അതിനെ അവരോട് പ്രത്യേകിച്ച് നന്ദി പറയുന്നു. ഇവിടെ എത്തുന്നത് വരെ ഡോക്ടർ ശ്രീവത്സന്റെ വാക്കുകളിൽ നിന്നല്ലാതെ, ശ്രീ CS ശ്രീവത്സന്റെ വാക്കുകളിൽ നിന്നല്ലാതെ എനിക്ക് യാതൊന്നും തന്നെ മാഷെക്കുറിച്ച് അറിയുമായിരുന്നില്ല. അത് തിരുത്തി തന്നതിന് വളരെയധികം നന്ദി പറയുന്നു. അതായത്, നമ്മൾ നേരത്തെ ഒരാൾ സംസാരിച്ചപ്പോൾ പറഞ്ഞ ഏറ്റവും കൂടുതൽ ഇവിടെ ഇരിക്കുന്നത് പെൺകുട്ടികളാണ്, ആൺകുട്ടികൾ കുറവാണ് എന്നുള്ളത്. ഞാൻ അങ്ങനെ ഒരു ലിംഗഭേദമായിട്ട് ഒരു സദസ്സിനെ കാണുന്നില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും ശ്രോതാക്കളാണ്. അതിലൊരു ലിംഗവിവേചനത്തിൻ്റെ ആവശ്യം ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കി വെക്കുന്നത്. അതിലൊരു ശരിയുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും തന്നെ ജീവിതത്തിൽ കേട്ടിട്ടുള്ള, ഏറ്റവും അധികം കേട്ടിട്ടുള്ള ഒരു വാക്യം ഞാൻ പറയാം. അത് നിങ്ങൾ നിഷേധിക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്, എൻ്റെ സമാധാനത്തിന് വേണ്ടിയെങ്കിലും. അതെന്താണെന്ന് വെച്ചാൽ, പഠിക്കുക, നന്നായി പഠിക്കുക. KG സെക്ഷൻ മുതൽ നമ്മൾ കേട്ട് തുടങ്ങുന്ന ഒന്നാണ്. പഠിച്ചാൽ എന്താണ്? പഠിച്ചാൽ വലിയ ആളാവാം. വലിയ ആളായാൽ എന്ത് പറ്റും? നല്ല ജോലി കിട്ടും, അങ്ങനെ നല്ല കല്യാണമൊക്കെ കഴിച്ച് കുടുംബസ്ഥരായിട്ടൊക്കെ ജീവിക്കാം എന്നിങ്ങനെ നമ്മൾ എല്ലാവരും. പഠിച്ചിട്ടില്ലെങ്കിൽ ഇതൊന്നും തന്നെ ലഭിക്കില്ല എന്ന് നമ്മുടെ വീട്ടിൽ അമ്മയായാലും അല്ലെങ്കിൽ നമ്മുടെ വീട്ടുകാരൊക്കെ എപ്പോഴും നമുക്ക് പറഞ്ഞു തരുന്നതാണ്. അതിനെ കുറച്ചുകൂടി ഉറപ്പിക്കുകയാണ് വിദ്യാലയങ്ങൾ ചെയ്യാറുള്ളത്. അങ്ങനെ പഠിച്ച് ഇപ്പോൾ ഇവിടെ തന്നെ BA ഡിഗ്രി വിഷയങ്ങളിൽ എത്തിയിട്ടുള്ള ആളുകളുണ്ട്. ഇനിയും അവർ പഠിച്ചാൽ എന്താവും? അവർക്ക് പഠിച്ചാൽ ഇന്ദുലേഖയെ പോലെ ആവാം. എങ്ങനെ ഇന്ദുലേഖയെ പോലെ ആവാം? ഗവേഷണം ചെയ്തിട്ട് അവാർഡൊക്കെ വാങ്ങിയിട്ട് ഒരു അംഗീകാരമൊക്കെ കിട്ടുന്ന രീതിയിൽ ഇങ്ങനെ കുറേ മോഡൽസ് ഒക്കെ കിട്ടിയിട്ടാണ് നമുക്കറിയാം. അപ്പം അതൊരു കാര്യമുണ്ട് എന്ന് നമുക്ക് തോന്നും. പഠിച്ചാൽ, അംബേദ്കറും പറഞ്ഞത് അതാണ്, പഠിക്കുകയാണ് വേണ്ടത് എന്നുള്ളതാണ്. പഠിച്ചാൽ നമുക്ക് ഭരണഘടന ഉണ്ടാക്കാൻ പറ്റും, അല്ലെങ്കിൽ ഭരണഘടനയെ സംരക്ഷിക്കാൻ പറ്റും എന്നാണല്ലോ അംബേദ്കർ പറഞ്ഞതിൻ്റെ അർത്ഥം. അങ്ങനെ നോക്കുമ്പോൾ ഈ പഠിക്കുക എന്ന് പറഞ്ഞതിൻ്റെ കാര്യത്തിൽ എന്തോ ഒരു കാരണമുണ്ടെന്നും അതൊരു യുക്തിയുള്ള കാര്യമാണെന്നാണ് നമ്മൾ ഇതുവരെയും മനസ്സിലാക്കി വെച്ചത്, പഠിക്കുക എന്നുള്ളത്. എന്നാൽ അത്തരം ഒരു യുക്തിയെ വെല്ലുവിളിക്കുന്ന ചില സംഗതികൾ നമ്മളുടെ മുമ്പിൽ ഉണ്ട് എന്നുള്ളത് ഈ സ്ലൈഡ് ഒന്ന് നിങ്ങൾ ജസ്റ്റ് നോക്കാം. മിക്കവരും കണ്ടതായിരിക്കും, എങ്കിലും ഈ സ്ലൈഡ് ചിലപ്പോൾ നിങ്ങൾ കണ്ടതായിരിക്കും, ഒന്ന് ശ്രദ്ധിക്കുക. When you study, you pass. And when you pass, you get happy. And when you get happy, you play. And when you play, you get tired. And when you get tired, you get sick. And when you get sick, you die. So don't study. അതായത് ഈ സ്ലൈഡ് പറയുന്നത്, നിങ്ങൾ പഠിച്ചാൽ ജയിക്കും, നിങ്ങൾ ജയിച്ചാൽ സന്തോഷിക്കും, സന്തോഷം വന്നാൽ നിങ്ങൾ കളിക്കാൻ പോകും, കളിച്ചാലോ ക്ഷീണിക്കും, ക്ഷീണിച്ചാലോ നിങ്ങൾക്ക് രോഗം വരും, രോഗം വന്നാലോ നിങ്ങൾ മരിച്ചു പോകും. അപ്പോൾ നിങ്ങൾ പഠിക്കരുത് എന്നാണ്
ഇവിടെ പറയുന്നത്. ഇതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? ഇതിലൊരു കാര്യവുമുണ്ട്, കാരണവുമുണ്ട്, യുക്തിയുമില്ലേ? ഇത് ഒരു തമാശയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള വൈറലായിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഒരു പക്ഷേ ഇതിനകം നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാകാം. നിങ്ങൾ പഠിക്കരുത് എന്നുള്ളതാണ്. അപ്പോൾ അമ്മ പഠിക്കാൻ വന്നാൽ കുട്ടികൾ കാണിച്ചു കൊടുക്കുന്ന ഇതാണ്: പഠിച്ചാൽ ഞാൻ മരിച്ചു പോകും, അമ്മയ്ക്ക് ഞാൻ മരിക്കാൻ താല്പര്യമുണ്ടോ എന്നാണ് കുട്ടി ചോദിക്കുന്നത്. അങ്ങനെ ഒരു ബോധം അതിലുണ്ടാക്കുന്നുണ്ട്. ഞാൻ വളരെ ലളിതമായിട്ടാണ് ആ യുക്തിയെ കാണുന്നത്. ഇനി കുറച്ചും കൂടി ഒരു ഗൗരവമുള്ള ഒരു വിഷയത്തെ കുറിച്ചിട്ട് നമ്മൾ സംസാരിക്കാറുണ്ട്. പഠനം വളരെ ഗൗരവമുള്ള വിഷയമാണ്. മറ്റൊരു ഗൗരവമുള്ള വിഷയം എന്താണെന്ന് വെച്ചാൽ ദൈവമുണ്ടോ ഇല്ലേ എന്നുള്ളതാണ്. അതൊന്ന് കണ്ടു നോക്കുക. Can you see God? No. Can you touch God? No. Then there isn't a God. Ma'am, can you see your brain? No. Can you touch your brain? No. Oh, so you don't have a brain? ഇതൊരു കെനിയൻ വീഡിയോ ആയിട്ടാണ് അവതരിപ്പിക്കുന്നത്. അതിൻ്റെ ഒരു സാംസ്കാരിക പഠനത്തിനൊക്കെ സാധ്യതയുണ്ട്. ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഒരു വിദ്യാർത്ഥിനി തൻ്റെ സഹപാഠിയായ ആൺകുട്ടിയോട് ചോദിക്കുകയാണ്, താൻ ദൈവത്തെ കണ്ടിട്ടുണ്ടോ? ഇല്ല. താൻ ദൈവത്തെ തൊട്ടിട്ടുണ്ടോ? ഇല്ല. അതിനുശേഷം ആൺകുട്ടി വിദ്യാർത്ഥിനിയോട് തിരിച്ചു ചോദിക്കുന്നു, താൻ തലച്ചോറ് കണ്ടിട്ടുണ്ടോ? ഇല്ല. താൻ തലച്ചോറ് തൊട്ടിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ തനിക്ക് തലച്ചോറില്ലേ എന്നാണ് ചോദ്യം. നമുക്കറിയാം, നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് തലച്ചോറാണ്. അത് കാണാൻ നമുക്ക് പറ്റില്ല, അത് തൊടാനും നമുക്ക് പറ്റില്ല. പക്ഷേ ശാസ്ത്രയുക്തി കൊണ്ട് തലച്ചോറിന്റെ ഭാഗങ്ങളെ കുറിച്ചിട്ടും തലച്ചോറിനെ കുറിച്ചിട്ടെല്ലാം നമുക്ക് അറിയാം. ആ യുക്തിബോധം ഉപയോഗിച്ചുകൊണ്ട് മറ്റൊരു യുക്തിയെ സ്ഥാപിച്ചെടുക്കുവാനുള്ള ശ്രമമാണ് ഇവിടെ നടക്കുന്നത് എന്ന് പറയാം. അവിടെയും കാര്യമുണ്ട്, കാരണമുണ്ട്, അതുകൊണ്ട് യുക്തിയുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കി. ഇതിനെ യുക്തി എന്ന് വിളിക്കാൻ പറ്റുമോ? ഈ യുക്തി എന്ന് പറയുന്നതിൻ്റെ സ്വഭാവം എന്തായിരിക്കണം എന്ന് നമ്മൾ ആലോചിക്കേണ്ടത്. ഇത് ഇത്തരം ചില വീഡിയോകളിലൂടെ മാത്രമല്ല പ്രചരിപ്പിക്കുന്നത്. ഇന്ന് ഇന്ത്യൻ സാഹചര്യം അഭിമുഖീകരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ വ്യവഹാരത്തിൻ്റെ പ്രതിലോമപരമായ ഒരു അംശത്തെ നിങ്ങൾക്ക് അടുത്ത സ്ലൈഡിൽ കാണാവുന്നതാണ്. അത് നോക്കുക. നിങ്ങളുടെ പൊളിറ്റിക്സ് എന്തായാലും അതിൻ്റെ യുക്തിയെക്കുറിച്ച് മാത്രം ശ്രദ്ധിക്കാൻ അപേക്ഷിക്കുന്നു. अंतरिक्ष में यात्रा करने वाला पहला कौन था? मुझे तो लगता है हनुमान जी थे। ഇവിടെ ശ്രദ്ധിക്കുക. ഇത് ആരാണെന്ന് നിങ്ങൾക്കറിയാം അല്ലേ? അദ്ദേഹം BJPയുടെ ശക്തനായിട്ടുള്ള വക്താവും ഒക്കെ ആയിട്ടുള്ള ഒരാളാണ്. അദ്ദേഹം സംസാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, അതും സംസാരിക്കുന്ന ദിവസം കൂടി ആലോചിക്കണം. ശാസ്ത്ര ദിനത്തിലാണ്, പ്രത്യേകിച്ചും സ്പേസ് ഡേ എന്ന് പറയുന്നതിൽ വിദ്യാർത്ഥികളെയാണ് അദ്ദേഹം അഭിമുഖീകരിക്കുന്നതെന്ന് കൂടി ആലോചിക്കണം. എന്നിട്ട് അദ്ദേഹം പറയുന്നു, കുട്ടികളോട് ചോദിക്കുന്നു, ആദ്യത്തെ ബഹിരാകാശ സഞ്ചാരി ആരാണ്? അപ്പൊ കുട്ടികൾക്ക് അറിയുന്ന ഉത്തരങ്ങളൊക്കെ പറയും, നീൽ ആംസ്ട്രോങ്, അങ്ങനെ ഗഗറി, എങ്ങനെയുള്ള പല ഉത്തരം പറയുമ്പോൾ അതൊന്നുമല്ല. ആദ്യത്തെ ബഹിരാകാശ സഞ്ചാരി ഹനുമാനാണെന്നാണ് കുട്ടികളോട് അദ്ദേഹം പറയുന്നത്. കുട്ടികൾ അതിലും അവിടെ സംഭവിക്കുന്നത് ഇവിടെയൊക്കെ കാര്യമുണ്ട്, കാരണമുണ്ട്, യുക്തിയുണ്ട്. ഈ യുക്തിയെ നമ്മൾ യുക്തി എന്ന് വിളിക്കാൻ പറ്റുമോ? ഇത് യുക്തിയെ മാനിപ്പുലേറ്റ് ചെയ്യുകയല്ലേ ചെയ്യുന്നത്? അതെ, ഇത് മാനിപ്പുലേഷൻ ഓഫ് റീസൺ ആണ്. ആ റീസൺ എന്ന് പറയുമ്പോൾ റീസണിന് ചില ഗുണങ്ങൾ ഉണ്ടായിരിക്കണം. നമ്മൾ സാധാരണ ഇത് മാത്രമല്ല, ഇപ്പൊ നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, ആദ്യത്തെ ടെസ്റ്റ് ട്യൂബ് ശിശു ദ്രോണറാണ്. അങ്ങനെ പല തരത്തിലും ഈ ശാസ്ത്ര വ്യവഹാരത്തെ വളരെ അധികം യുക്തിഭദ്രമായിട്ട് അവതരിപ്പിക്കുക എന്നുള്ളതാണ് ഒരു രീതി എന്ന് പറയുന്നത്. ഇത് എവിടെ നിന്നാണെന്ന് നിങ്ങൾ ആലോചിക്കേണ്ടത്. ഇത്തരം യുക്തികൾ എങ്ങനെയാണ് അവതരിപ്പിക്കപ്പെടുന്നതെന്ന് ഓർക്കുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോകുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ന്യായ ദർശനത്തിന്റെ നാടാണ് ഇന്ത്യ. ന്യായ ദർശനത്തിന്റെ നാട്. എന്ന് പറഞ്ഞാൽ യുക്തിക്ക് വളരെ അധികം പ്രാധാന്യം. ഇനി ഞാൻ നോക്കണം, ഇന്ത്യക്കാർ ന്യായം പറഞ്ഞ രീതി ഒന്ന് നമ്മൾ ആലോചിക്കുന്നത്. താങ്ക് യു. ഇന്ത്യക്കാർ ന്യായം പറഞ്ഞ രീതി നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ആ ന്യായം പറയുന്ന നാട്ടിൽ നിന്നാണ് ഇത്തരം ചില സംഗതികൾ വരുന്നത് എന്നുള്ളതാണ് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത്. അതായത് നമ്മൾ പറയുന്നത് കാര്യമുണ്ടാകുന്നത് കാരണങ്ങൾ ഉള്ളത് കൊണ്ടാണ്, കാരണങ്ങൾ ഇല്ലെങ്കിൽ കാര്യമില്ല,
കാര്യങ്ങൾ വ്യത്യസ്തമാകുന്നത് കാരണത്തിന്റെ വൈവിധ്യം കൊണ്ടാണ് എന്നിങ്ങനെ യുക്തിക്കൊരു രൂപഘടനയുണ്ട്. മാത്രമല്ല അതിന്റെ അന്തസത്തയിൽ ഒരു സംഗതി കാര്യകാരണ ബന്ധം മാത്രം പോരാ, അത് യുക്തിയാണ് എന്ന് നമ്മൾ പറയണമെങ്കിൽ അതിലൊരു ശാസ്ത്രീയ ബോധം വേണം, വസ്തുനിഷ്ഠത വേണം, നാസ്തികത വേണം. ഇങ്ങനെ പലതും ഉള്ളടങ്ങിയതാണ് യുക്തി എന്ന് പറയുന്ന സംഗതി. ഈ പറഞ്ഞ അന്തസത്തയെല്ലാം തന്നെ നേരത്തെ പറഞ്ഞിട്ട് നമ്മൾ കാണിച്ചു തന്നിട്ടുള്ള 3 വീഡിയോകളിലും രൂപഘടനയിലുണ്ട്. യുക്തിയുടെ രൂപഘടനയുണ്ടെങ്കിലും യുക്തിയുടെ അന്തസത്തയായിട്ടുള്ള ശാസ്ത്രീയ ബോധത്തെ, വസ്തുനിഷ്ഠതയെ എല്ലാം തന്നെ വിഗണിക്കുകയാണ് ചെയ്യുന്നത്. അത് ഒരു തരത്തിൽ യുക്തിയുടെ പ്രതീതി മാത്രം തെളിയുകയാണ്. അതുകൊണ്ട് അത് യുക്തി ആഭാസമാണ്. ആഭാസം എന്ന് പറഞ്ഞാൽ തോന്നൽ എന്നാണ് അർത്ഥം. യുക്തിയാണെന്ന് ഒരു തോന്നൽ ഉണ്ടാക്കുകയാണ് അവിടെ ചെയ്യുന്നത്. അതുകൊണ്ട് ഇതിനെ നമ്മൾ യുക്തി എന്ന് വിളിക്കേണ്ട, ഇതിനെ നമുക്ക് വിയുക്തി എന്ന് പറയാം. ഞാൻ അതിനെ കുയുക്തി എന്നോ പിന്നെ വേറെ ഒന്നും ഉപയോഗിച്ച് വിശേഷിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ അതിനെ വിയുക്തി എന്ന് പറയുന്നത്, വി എന്ന് പറയുന്ന പ്രിഫിക്സിന് അല്ലെങ്കിൽ പുരപ്രത്യയത്തിന് ഒരു ധർമ്മം അതിനെ യുക്തിയെ അപനിർമ്മിക്കുക അല്ലെങ്കിൽ യുക്തിയെ വിനാശം എന്ന് പറയുന്നതിലൊക്കെയുള്ള ഒരു വി ആണ് അത്. അതല്ലാതെ ഒരു വിശേഷണയുള്ള യുക്തിയാണോ എന്ന് ചോദിച്ചാൽ ഒറ്റ നോട്ടത്തിലാണ്. കാരണം നമ്മൾ ന്യായ വൈശിക ദർശനത്തിൽ പറഞ്ഞിട്ടുള്ള യുക്തിയുടേതായിട്ടുള്ള ഒരു രൂപഘടന അതിനുള്ളത് കൊണ്ട് നമുക്കതിനെ വിയുക്തി എന്ന് പറയാം. അപ്പോൾ ഇവിടെ ഇന്നത്തെ സമകാലിക ഇന്ത്യൻ അന്തരീക്ഷത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ സാക്ഷ്യം വഹിക്കേണ്ടി വരുന്ന കാര്യം യുക്തിയും വിയുക്തിയും തമ്മിലുള്ള സംഘർഷമാണ്. അതിൽ വിയുക്തി പലപ്പോഴും നമ്മളെ കീഴടക്കുന്നുണ്ട് എന്നുള്ള സത്യം കൂടി നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. ആയിക്കൊള്ളട്ടെ, ഈ യുക്തി വിയുക്തി ഇതെങ്ങനെയാണ് സാധ്യമാകുന്നത്, മനുഷ്യന് ഇതെങ്ങനെയാണ് ഭാഷയിലൂടെ ആവിഷ്കരിക്കുവാൻ സാധിക്കുന്നതെന്ന് ചോദിച്ചാൽ അപ്പോൾ നമ്മൾ തലച്ചോറിനെ അഡ്രസ് ചെയ്യേണ്ടി വരും. അതിൻ്റെ കാരണം പ്രതീകാത്മകത അഥവാ സിംബോളിക് ആയിട്ടുള്ള അംശം നമ്മുടെ ബുദ്ധിക്കും അതുവഴി നമ്മുടെ ഭാഷയ്ക്കും ലഭിക്കുന്നത് കൊണ്ടാണ് ഇത്തരം യുക്തി പ്രകടനവും അതേപോലെ നമുക്ക് ഭാഷയെ കുറിച്ച് സംസാരിക്കാനും ഒക്കെ സാധിക്കുന്നത്. അതുകൊണ്ടാണ് യുക്തിയെ കുറിച്ചിട്ട് പറയുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ട ഒരു പേരാണിത്. വെസ്റ്റേൺ എൻലൈറ്റ്മെന്റിന്റെ ഒരു പ്രധാന വക്താക്കളിൽ, ഫിലോസഫറിൽ ഒരാളായിട്ടുള്ള കാന്റ് പറഞ്ഞിട്ടുള്ള, അദ്ദേഹം യുക്തിയെ 3 തരംതിരിക്കുന്നത്. 1 ശുദ്ധയുക്തി, 2 പ്രായോഗിക യുക്തി, മറ്റൊന്ന് ആസ്വാദന വിവേചന യുക്തി എന്ന് പറയുമ്പോൾ, അതിൽ ശുദ്ധയുക്തി എന്ന് പറയുമ്പോൾ നമുക്ക് യഥാർത്ഥത്തിൽ നമുക്ക് ജീവിതത്തിന് അത്യന്താപേക്ഷിതമായ ഒന്നാണ് യുക്തിപൂർവ്വം പ്രവർത്തിക്കുക എന്ന് നമ്മൾ പലപ്പോഴും പലരോട് ഉപദേശിക്കുകയും നമ്മൾ സ്വയം പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒന്നാണ്. അതിൽ ശുദ്ധയുക്തി എന്ന് പറഞ്ഞാൽ വസ്തുക്കളെ തിരിച്ചറിയുവാനുള്ള മനുഷ്യന്റെ ഒരു കഴിവാണ്. പ്രായോഗിക യുക്തി എന്ന് പറയുമ്പോൾ ഒരു പ്രതിസന്ധി നേരിടുന്ന സന്ദർഭത്തിൽ, ജീവിതത്തിൽ ഒരു പ്രത്യേക അവസരങ്ങൾ നമുക്കെതിരെ തിരിയുന്ന സന്ദർഭത്തിൽ അതെങ്ങനെയാണ് പരിഹരിക്കേണ്ടത് എന്നതിനുള്ള ഒരു യുക്തിബോധത്തെയാണ് അദ്ദേഹം പ്രായോഗിക യുക്തി എന്ന് പറയുന്നത്. മറ്റൊന്ന് എന്ന് പറയുന്നത്, ഇവിടെ കുറേയധികം ചിത്രങ്ങളുണ്ട്. ഈ ചിത്രങ്ങൾ എങ്ങനെ ചരിത്ര പ്രാധാന്യമുള്ള ചിത്രങ്ങളാണ്. അതുമാത്രമല്ല, ഇവിടുന്ന് പ്രിൻസിപ്പലിൻ്റെ റൂമിലേക്ക് പോകുമ്പോൾ അതിമനോഹരമായിട്ടുള്ള ഒരു ചിത്രം അവർ വരച്ചു വെച്ചിട്ടുണ്ട്. ഞാൻ ഡോക്ടർ ശ്രീവത്സനോട് ചോദിച്ചപ്പോൾ വിദ്യാർത്ഥികൾ ചെയ്തതാണെന്നാണ് പറഞ്ഞത്. വളരെ ഭംഗിയല്ല, വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ചിത്രങ്ങളാണ്. അത് എങ്ങനെ ആസ്വദിക്കണം, അതേപോലെ തന്നെ ഈ ചിത്രങ്ങൾ എങ്ങനെ ആസ്വദിക്കണം, അതുപോലെ തന്നെ ഒരു കവിത എങ്ങനെ ആസ്വദിക്കണം, അതേപോലെ ഒരു നോവൽ എങ്ങനെ ആസ്വദിക്കണം എന്നതിനൊക്കെയുള്ള ആസ്വാദനത്തിൽ അന്തർലീനമായിട്ടുള്ള യുക്തിഘടനയാണ് അദ്ദേഹം ആസ്വാദന വിവേചന യുക്തി എന്ന് പറയുന്നത്. ഇത് നമുക്കെല്ലാവർക്കും ആവശ്യമാണ്. ഇത് 3ഉം നമ്മൾ പലപ്പോഴും കാന്റ് പറഞ്ഞിട്ടുള്ള ഈ 3 കാര്യങ്ങളും നമ്മൾ എപ്പോഴും നമ്മുടെ കൂടെ കൊണ്ട് നടക്കുന്ന യുക്തി ആണെന്ന് അർത്ഥം. അതാണ്. പക്ഷേ കാന്റ് തന്നെ പറഞ്ഞിട്ടുണ്ട്, യുക്തിയെ നേരിടുവാൻ നമുക്ക് യുക്തി തന്നെ വേണം. അതുകൊണ്ടാണ് അദ്ദേഹം ക്രിട്ടിക്കൽ റീസൺ എന്ന് പറയുന്ന ഒരു സംഗതി കൂടി, വിധേയ യുക്തി എന്നാണ് അതിന് മലയാളത്തിൽ പലരും പറഞ്ഞത്. അതേക്കുറിച്ചിട്ട് കൂടി സംസാരിക്കുന്ന സന്ദർഭത്തിൽ ഇതൊക്കെ തന്നെ വിട്ടുകളഞ്ഞിട്ടാണ് യുക്തിയെ കുറിച്ചിട്ട് നമ്മൾ വിയുക്തിയുടെ കാലഘട്ടത്തിൽ ജീവിക്കുന്നത് എന്ന് ഓർക്കേണ്ടതുണ്ട്. അതോടൊപ്പം ആധുനികതയുടെ തന്നെ ഒരു ഭാഷയായിട്ട് ചില നിരീക്ഷകർ പറയുന്നത് ആധുനികതയുടെ മാതൃഭാഷ യുക്തിയാണെന്ന് പറയുന്നു.
ഫൂക്കോ യുക്തിയുടെ ഘടനയെക്കുറിച്ച് ആധികാരികമായി പഠിച്ച ആളാണ്. അപ്പൊ യുക്തിക്ക് വലിയ പ്രാധാന്യം നമ്മുടെ ഇന്ത്യയും അതുപോലെ തന്നെ പാശ്ചാത്യ ലോകവും നൽകിയിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ പൊരുൾ നർത്ഥം. ന്യായ വൈശിക ദർശനത്തിലൂടെ ഒരു കൃത്യമായ കാര്യകരണ പദ്ധതി അഥവാ പൂർവ്വ ഉത്തരപക്ഷം വെച്ചുകൊണ്ടുള്ള രീതിയായിരുന്നു ഇന്ത്യൻ പാരമ്പര്യം പിന്തുടരുന്നതെങ്കിൽ ഇതേപോലെയുള്ള യുക്തിയുടെ കാന്റിന്റെ ഒരു വെസ്റ്റേൺ എൻലൈറ്റ്മെന്റിന് ശേഷം വന്നിട്ടുള്ള യുക്തിബോധമായിരുന്നു പാശ്ചാത്യ ആധുനികതയുടെ യുക്തിബോധം. എങ്ങനെ നോക്കിയാലും യുക്തി ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം. ആ യുക്തിയെ മാനിപ്പുലേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതിൽ നിന്ന് വ്യക്തമാകുന്ന കാര്യം. അതിനൊക്കെ തന്നെ യുക്തിയാകട്ടെ വിയുക്തിയാകട്ടെ ഇത് പറയാനും സാധ്യമാക്കാനും നമ്മെ സഹായിക്കുന്ന കാര്യമാണ് ഈ പറഞ്ഞ പ്രതീകാത്മകത എന്ന് പറയുന്ന സംഗതി. പ്രതീകാത്മകത എന്ന് പറയുമ്പോൾ അവിടെ ഒരു ചിത്രം തന്നെ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഒരു പ്രതീകം പോലെ നിങ്ങൾക്ക് അത് തോന്നാം. പലരും പല രീതിയിലായിരിക്കും ആ ചിത്രത്തെ വായിക്കുന്നത്. ചിലപ്പോൾ ചിലർക്ക് അവരുടെ ജീവിത സാഹചര്യവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അവരുടെ മുൻപ് കണ്ടിട്ടുള്ള ചില സംഗതികളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടായിരിക്കാം അത് ആലോചിച്ചെടുക്കാൻ ഒരുങ്ങുന്നത്. അതെന്തും ആകട്ടെ, എന്താണ് എന്താണ് ഭാഷയുടെ പ്രതീകാത്മകത? എന്താണ് നമ്മുടെ മസ്തിഷ്കത്തിലുള്ള പ്രതീകാത്മകതയുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ, മറ്റ് ജീവജാലങ്ങളിൽ നിന്ന് മനുഷ്യജീവിയെ വ്യാവർത്തിപ്പിക്കുന്ന വേർതിരിക്കുന്ന പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് പ്രതീകാത്മകതയാണ്. വളരെ ലളിതമായി പറഞ്ഞാൽ എന്താണ് പ്രതീകാത്മകത എന്ന് വെച്ചാൽ, നമുക്ക് കഴിഞ്ഞ കാലഘട്ടത്തെക്കുറിച്ച് ഓർത്തെടുക്കാൻ പറ്റും. നേരത്തെ വസന്തകുമാരി ടീച്ചർ അതാ ചെയ്തത്, അധ്യാപകനെ കുറിച്ചിട്ട് ഇങ്ങനെ ഓർത്തെടുക്കുകയാണ്. നേരത്തെ ഇന്ദുലേഖ ചെയ്തിരുന്നത് അവരുടെ ഗവേഷണ കാലഘട്ടത്തെ കുറിച്ചിട്ട് ഓർത്തെടുക്കുക. ഡോക്ടർ ശ്രീവത്സൻ ചെയ്തതും അങ്ങനെയാണ്, പഴയ കാലഘട്ടത്തെ കുറിച്ചിട്ട് ഓർത്തെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഓർത്തെടുക്കാനും നിലവിലുള്ള സാഹചര്യങ്ങളെ കുറിച്ചിട്ട് സംസാരിക്കാനും വരാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് സങ്കല്പിക്കാനും പറ്റുന്ന നമ്മുടെ കഴിവിനെയാണ് പ്രതീകാത്മകത. ഇത് മറ്റ് ജീവജാലങ്ങൾക്കില്ല എന്നാണ് പൊതുവെ പറയാറുള്ളത് എന്നർത്ഥം. നമുക്ക് അടുത്ത് ഭാവിയിൽ ആരാകണം എന്നതിനെ കുറിച്ചൊരു തീരുമാനം എടുക്കാം, അതായിത്തീരുക. അതുകൊണ്ടാണല്ലോ ആളുകൾ പറയുന്നത് നിങ്ങൾ സ്വപ്നം കാണൂ എന്നുള്ളത്. ഡ്രീംസിലേക്ക് എത്തണമെങ്കിൽ അതിന് സഹായിക്കുന്നത് പ്രതീകാത്മകത ആണ് എന്നർത്ഥം. കഴിഞ്ഞ കാലത്തെക്കുറിച്ച് ചിന്തിക്കാൻ, തൽക്കാലത്തെക്കുറിച്ച് ആലോചിക്കുവാൻ, അതുപോലെ തന്നെ വരാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാനൊക്കെ നമുക്ക് സാധിക്കുന്ന പ്രതീകാത്മകതയുള്ളത് കൊണ്ടാണ്. നമ്മൾ സന്ദർശിക്കാത്ത പല രാജ്യങ്ങളെക്കുറിച്ചും നമുക്ക് ആധികാരികമായിട്ട് സംസാരിക്കാനായിട്ട് സാധിക്കും, അല്ലേ? ഞാനൊരിക്കലും ഇറ്റലി സന്ദർശിച്ചിട്ടില്ല. ഗ്രാംഷിയെ വെച്ചുകൊണ്ട് ഇറ്റലിയുടെ സംസ്കാരത്തെക്കുറിച്ച് എനിക്ക് സംസാരിക്കാൻ പറ്റുന്നത് അല്ലെങ്കിൽ അതിനെ സങ്കല്പിക്കാൻ പറ്റുന്നത് ഒക്കെ ഈ പറഞ്ഞ പ്രതീകാത്മകത കൊണ്ടാണ്. അപ്പോൾ നിങ്ങളിൽ പല എഴുത്തുകാരും ഉണ്ടാകും. ഇവരുടെയും എഴുത്തുകാരായാലും ശരി, നമ്മളെല്ലാവരും തന്നെ പലതരത്തിലുള്ള പ്രതീകാത്മകത ഉള്ളത് കൊണ്ടാണ് നമുക്ക് ആശയവിനിമയം സാധിക്കുന്നത് എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പോൾ മനുഷ്യരുടെ ധിഷണയിൽ നിന്ന് മറ്റു ജീവികളുടെ ധിഷണയെ വ്യാവർത്തിപ്പിക്കുകയാണ് പ്രതീകാത്മകത. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കഴിഞ്ഞ കാലത്തെക്കുറിച്ചൊക്കെ സംസാരിക്കാനുള്ള കഴിവാണ് എന്നർത്ഥം. അപ്പൊ ഇതൊരു തരത്തിൽ പറഞ്ഞാൽ ഈ പ്രതീകാത്മകത എന്ന് പറയുമ്പോൾ ഒരു തരത്തിലുള്ള അറിവിൻ്റെ സഞ്ചയമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഈ അറിവിൻ്റെ സഞ്ചയം എങ്ങനെയാണ് നമ്മളിൽ അറിവുണ്ടാകുന്നത്? എങ്ങനെയാണ് അറിവുണ്ടാവുക? അറിവ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ അത് നമ്മുടെ പഠനവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് പറയാറുള്ളത്, അല്ലെ? നമ്മുടെ പാരമ്പര്യ പഠന രീതിയും ഒക്കെ തന്നെ ഈ ഓർമ്മയ്ക്ക് വളരെയധികം പ്രാധാന്യം കൊടുത്തിട്ടുള്ള പദവിയാണ്. കാരണം പാണിനിയം പോലുള്ളത് സൂത്രത്തിൽ പറയാനുള്ള കാര്യം ഓർത്തു വെക്കാനുള്ള എളുപ്പത്തിലാണെന്ന് പറയാറുണ്ട്. കാരികകളും സൂത്രങ്ങളും കവിതകളും ഒക്കെ തന്നെ മനപാഠം പഠിച്ചിട്ടുണ്ട്. ഇതാണ് പ്രധാനമായി അറിവ്, നോളേജ് എന്ന് പറഞ്ഞാൽ പലപ്പോഴും നമ്മൾ വിദ്യാഭ്യാസ സമ്പ്രദായവുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഒന്നാണ്. അത് മാത്രമല്ല അറിവ് എന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. നാം ജനിച്ച് വളർന്ന് മരിക്കുന്നത് വരെ നമ്മൾ ഇങ്ങനെ ജീവിത സാഹചര്യത്തിൽ നിന്ന് ആർജിച്ചെടുക്കുന്ന ഒന്നാണ് അറിവ് എന്ന് പറയുന്നത്. അറിവിന് വളരെയധികം പ്രാധാന്യമുണ്ട്. അറിവ് എന്നതിനെ കുറിച്ച് നമുക്കൊരു അറിവുണ്ട് എന്നർത്ഥം. അത് എന്താണെന്ന് അറിയിക്കുവാൻ ഒരു പ്രയാസമുണ്ട് താനും എന്നാണ് അതിനെ ചുരുക്കി പറഞ്ഞാൽ അർത്ഥം. എന്താ അറിവെന്ന് ചോദിച്ചാൽ എനിക്കറിയാമെന്നുള്ള അറിവാണ് അറിവ് എന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അത് നമുക്ക് അങ്ങനെ നിർവചിക്കാൻ പറ്റില്ല. നിർവചിക്കാൻ പറ്റാത്ത ധാരാളം കാര്യങ്ങൾ നമ്മുടെ ചുറ്റുപാടുമുണ്ടല്ലോ. പിന്നെ എന്തിനാണ് ഈ പാവം അറിവിനെ മാത്രം നമ്മൾ കുറ്റം പറയുന്നത്? അറിവിനെ കുറ്റം പറയേണ്ട കാര്യമില്ല. കാരണം അറിവുണ്ടാകുന്നത് എവിടെ നിന്നാണ്? നമ്മുടെ ശരീരത്തിൽ നിന്നാണ്.
നമ്മുടെ ശരീരം തന്നെ വലിയൊരു ആശയ പ്രപഞ്ചമാണ് എന്നാണ് അർത്ഥം. നമ്മുടെ ശരീരം നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മൾ ചൂടറിയുന്നത്, തണുപ്പറിയുന്നത്, സ്നേഹമറിയുന്നത് എല്ലാം നമ്മുടെ ശരീരം വഴിയാണ്. ശരീര അധിഷ്ഠിതം ആയിട്ടുള്ള ജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പോൾ ഈ ശരീരത്തിൽ നിന്ന് നമ്മൾ കാലാവസ്ഥയെ മാത്രമല്ല മനസ്സിലാക്കും, മനുഷ്യബന്ധങ്ങളെ കുറിച്ചിട്ട് നമ്മൾ മനസ്സിലാക്കുന്നു. ഒരാളുടെ പൊസിഷൻ അനുസരിച്ചിട്ട് അയാളുടെ അധികാര ബന്ധത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നതിനൊക്കെ ശരീരം ഒരു മാനദണ്ഡം ആവുകയാണ് എന്നർത്ഥം. എന്ന് പറഞ്ഞാൽ അറിവുണ്ടാകുന്നത് ഉടലിൽ നിന്നായതുകൊണ്ട് അതിനെ നമുക്ക് ഉടൽ അറിവ് എന്ന് വിളിക്കാം. ഇംഗ്ലീഷിൽ ഇതിനെ കുറച്ചുകൂടി ഭംഗിയായിട്ട് അവർ പറയാറുള്ളത് ബോഡി എംബോഡീഡ് കോഗ്നിഷൻ എന്നാണ്. കോഗ്നിഷൻ എന്ന് പറഞ്ഞാൽ ജ്ഞാനം എന്നാണ് അർത്ഥം. എംബോഡീഡ് കോഗ്നിഷൻ എന്നാണ് അത് ആളുകൾ അതിനെക്കുറിച്ചിട്ട് പറയാറുള്ളത്. ഈ എംബോഡീഡ് കോഗ്നിഷൻ എന്ന് പറയുന്നത് പല മണ്ഡലത്തിലും പല രീതിയിൽ വ്യാഖ്യാനിക്കപ്പെട്ട നിർവചിക്കപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണെന്ന് നമ്മൾ ആലോചിക്കണം. എംബോഡീഡ് കോഗ്നിഷനെ കുറിച്ചിട്ട് ഫിലോസഫിക്കാർ വളരെ നീണ്ട പ്രബന്ധങ്ങൾ എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, ഹൈഡഗർ എഴുതിയിട്ടുണ്ട് എംബോഡീഡ് കോഗ്നിഷൻ എന്താതിനെ കുറിച്ചിട്ട്. നീഷെ ആ രീതിയിൽ സംസാരിച്ചിട്ടുണ്ട്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമാണ് നമ്മുടെ AI കാലഘട്ടത്തിലെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അഥവാ നിർമ്മിത ബുദ്ധിയുടെ കാലഘട്ടത്തിലെ എംബോഡീഡ് കോഗ്നിഷൻ എന്ന് പറയുന്നത് മനുഷ്യ മസ്തിഷ്ക അല്ലെങ്കിൽ മനുഷ്യന്റെ ശാരീരികമായ അവയവങ്ങൾക്ക് തത്തുല്യമായിട്ടുള്ള യന്ത്രത്തെ നിർമ്മിക്കുക എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരതിനെ എംബോഡീഡ് കോഗ്നിഷൻ എന്ന് പറയുന്നത്. ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ താത്വികമായിട്ടുള്ള കാര്യമല്ല, മറിച്ച് കോഗ്നിറ്റീവ് സയൻസിൻ്റെ അഥവാ ദൈക്ഷണിക ശാസ്ത്രത്തിൻ്റെ പഠന മേഖലയിൽ വരുന്ന എംബോഡീഡ് കോഗ്നിഷനെ ആണെന്നർത്ഥം. അത് മാത്രം. കാരണം ഫിലോസഫി വായിച്ച ഒരാൾക്ക് എതിർക്കാൻ പറ്റുന്ന തരത്തിൽ ധാരാളം കാര്യങ്ങൾ ഈ കോഗ്നിറ്റീവ് സയൻസിൻ്റെ എംബോഡീഡ് കോഗ്നിഷനിൽ ഉണ്ടാകാം. അതുകൊണ്ടാണ് ഞാനത് ഒരു പ്രത്യേക ഏരിയയിൽ നിന്നുകൊണ്ട് കുറച്ചുകൂടി സുരക്ഷിതമായി സംസാരിക്കാം എന്ന് ആഗ്രഹിക്കുക. എല്ലാവരും ആഗ്രഹിക്കുന്ന ഒന്നാണല്ലോ സേഫ് ആവുക എന്നുള്ളത്. അത് ഞാനും ആഗ്രഹിക്കുന്നു. അത് പ്രത്യേകിച്ചും നിങ്ങളുടെ വിജ്ഞാനികളായിട്ടുള്ള നിങ്ങളുടെ മുമ്പിൽ സേഫ് ആകുന്നത് എനിക്ക് സേഫ് ആകാനുള്ള കാര്യം ആവുന്നത് കൊണ്ട് തന്നെ. അപ്പോൾ എന്താണ് ഈ ഉടൽ അറിവ്? ഞാൻ പറഞ്ഞു എംബോഡീഡ് കോഗ്നിഷന് നമ്മൾ കൊടുത്ത പേരാണ് എംബോഡീഡ്. ബോഡി അതിലുണ്ട്. അതിനെ ശരീരാധിഷ്ഠിത ജ്ഞാനം എന്നൊക്കെ പറയാം. ശരീരാധിഷ്ഠിത ജ്ഞാനം എന്ന് പറഞ്ഞാൽ ശരീരം തന്നെ ഒരു വലിയ പ്രപഞ്ചമായിട്ട് നിൽക്കുന്നു. അതായത് നമ്മുടെ ആശയ ലോകം എവിടെ അവസാനിക്കുന്നു അവിടെ ശരീരം തുടങ്ങുന്നു എന്ന് പറയാൻ പറ്റും. നമ്മുടെ ഈ വസ്ത്രങ്ങൾ കൊണ്ട് മൂടി വെച്ചിട്ടുള്ള ഈ ശരീരം എന്ന് പറയുന്നത് ഒരു അത്ഭുതമാണ് എന്ന് നമുക്കറിയാം. അതിനൊക്കെ തന്നെ നിയന്ത്രിക്കുന്ന ബ്രെയിൻ എന്ന് പറയുന്നത് അതിനേക്കാൾ വലിയൊരു അത്ഭുതമാണെന്ന് നമുക്കറിയാൻ പറ്റും, അല്ലേ? ഈ ലോകത്തിലുള്ള മനുഷ്യരെക്കാൾ കൂടുതൽ നാഡീകോശങ്ങൾ നമ്മുടെ മസ്തിഷ്കത്തിൽ ഉണ്ട് എന്നാണ് അർത്ഥം. ഓരോ മനുഷ്യൻ്റെയും മസ്തിഷ്കത്തിലുള്ള നാഡികളൊക്കെ ചേർത്ത് വെച്ചാൽ ഈ ഭൂമിയും അളന്ന് വേറെ എവിടേക്കെങ്കിലും അത് പോകും. അത്രത്തോളം നാഡീവ്യൂഹങ്ങൾ നമ്മുടെ മനുഷ്യ മസ്തിഷ്കത്തിൽ ഉണ്ട് എന്നറിയാം. അതിൻ്റെ പലതിൻ്റെയും പ്രവർത്തനം എന്താണെന്ന് ന്യൂറോ സയൻറ്റിസ്റ്റുകൾക്ക് പോലും അറിവില്ലാത്തൊരു കാലഘട്ടമാണ്. അത്രയേറെ അത്ഭുതമായൊരു പ്രപഞ്ചത്തെ താങ്ങിയിട്ടാണ് നമ്മൾ നടക്കുന്നത്. അതുകൊണ്ടൊക്കെ തന്നെ നമുക്ക് എന്ത് വേണം? നമുക്ക് വേണ്ടത് നമ്മോട് ഭയങ്കര ബഹുമാനവും സ്നേഹവുമാണ്. നാം തന്നെത്താൻ ഒരു സ്നേഹം ബഹുമാനം പ്രകടിപ്പിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് അന്യരോടും ആ സ്നേഹം പ്രകടിപ്പിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ത്യാഗമല്ല യഥാർത്ഥത്തിൽ സ്നേഹത്തിൻ്റെ അടിസ്ഥാനം എന്നുകൂടി നമ്മൾ അറിയേണ്ടത്. സ്വയം സ്നേഹിക്കാൻ പഠിക്കുക എന്ന് പറയുന്നത് അത് സ്വന്തം ശരീരത്തിൽ നമ്മുടെ മനോഹരമായ കണ്ണുകൾ, മനോഹരമായ കൈകൾ, മനോഹരമായ മൂക്ക്, എത്രമാത്രം സുന്ദരന്മാരും സുന്ദരികളുമാണ് നമ്മൾ ഓരോരുത്തരും വിചാരിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഊർജ്ജമുണ്ടല്ലോ, അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. നേരെ മറിച്ച് നമ്മൾ വളരെ മോശക്കാരാണ്, എൻ്റെ നിറം കറുത്തിട്ടാണ്, അയാളുടെ നിറം വെളുത്തിട്ടാണ്, അതുകൊണ്ട് അയാൾ നന്നായി സംസാരിക്കുമെന്ന് ഞാൻ വിചാരിച്ചതിന് എനിക്കിന്ന് പാലക്കാട് വന്ന് സംസാരിക്കാൻ പറ്റില്ലല്ലോ. കറുത്തവർക്ക് സംസാരിക്കാൻ പാടില്ല എന്നുള്ള അലിഖിത നിയമം എവിടെയും ഇല്ലല്ലോ. ആ രീതിയിലാണ് പറയാം. അപ്പം ആ രീതിയിൽ ഇതൊരു വലിയ വിപ്ലവ പ്രസ്ഥാനമായിട്ട് കൊണ്ടു നടന്ന ആളാണ് പെരിയാർ. അതിനാണ് തന്മതിപ്പ് എന്ന് പറയുന്നത്, തന്നോടുള്ള മതിപ്പ്. ആ തന്മതിപ്പിൽ നിന്നാണ് ലിംഗബോധം, ലിംഗവിവേചനത്തെക്കുറിച്ച് നമുക്ക് ആലോചിക്കാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് പെരിയാറിൽ നിന്നൊരു പെരിയാർ ഫെമിനിസം രൂപപ്പെടുന്നതെന്ന് ആലോചിക്കണം. അതുകൊണ്ട് നമ്മൾ ആദ്യം ചെയ്യുന്നത് നമ്മുടെ ശരീരത്തെ വളരെയധികം താലോലിക്കാനും ബഹുമാനിക്കാനും. യു ക്യാൻ ഓൾസോ സെലിബ്രേറ്റ് യുവർ ബോഡി. അതാണ് നമ്മൾ അതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. പക്ഷെ പലപ്പോഴും നമ്മൾ ഈ തിരക്കിട്ട ജീവിതത്തിൽ
കുളിക്കാൻ പോലും 2 മിനിറ്റ് എടുക്കുന്ന ആളുകളാണ് നമ്മൾ, അല്ലെ? ശരീരം ശുദ്ധീകരിക്കുന്ന ഒരു പ്രക്രിയയാണ് ഈ കുളി എന്ന് പറയുന്നത്. കുളിക്കാൻ നമ്മൾ ഏറ്റവും കൂടുതൽ സമയം എടുക്കേണ്ട ഒരു പ്രക്രിയ എന്ന് പറയുന്നത് നമ്മളെ ശരീരം ശുദ്ധീകരിക്കാൻ വേണ്ടി, സമൂഹത്തെ ശുദ്ധീകരിക്കുന്നത് പോലെയുള്ള അതിനെ ഒരു മൈന്യൂട്ടായിട്ടുള്ള ആരംഭം കുറിക്കുന്നത് ശരീര ശുദ്ധീകരണം ആണ്. അതിന് പോലും സമയം കിട്ടാതെ നിൽക്കുന്ന നമ്മൾ എങ്ങനെയാണ് നമ്മെ സ്നേഹിക്കുക എന്ന് ആദ്യം നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ് ഉടലറിവ് എന്നുള്ളത് വേണമെങ്കിൽ ഒരു സ്ലൈഡിലൂടെ ഒരു നിർവചനം പോലെ എനിക്ക് പറയാനായിട്ട് സാധിക്കും. അത് ഇതാണ്: സാമൂഹികവും പാരിസ്ഥിതികവും സാംസ്കാരികവും ഭൗതികവുമായ നമ്മുടെ ചുറ്റുപാടുകളുമായി ഇടപഴകുന്നതിൻ്റെ ഫലമായി ശരീരം ആർജിച്ചെടുക്കുന്ന അനുഭവമാണ് ഉടലറിവ്. ഈ ഉടലറിവാണ് അർത്ഥത്തിനടിസ്ഥാനം, ഭാഷയ്ക്കടിസ്ഥാനം, അധികാരത്തിനടിസ്ഥാനം എന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. സാഹചര്യങ്ങളുമായി ശരീരം ഇടപഴകുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ രൂപം കൊള്ളുന്നതാണ് നാം മനസ്സിലാക്കിയെടുക്കുന്ന അർത്ഥം എന്ന് പറയാം. ഈ അർത്ഥമാണ് ഭാഷ എന്നുള്ളത്. ഭാഷയേക്കാൾ പ്രാധാന്യം ഉള്ള ഒരു വാക്കായിട്ട് അർത്ഥം മാറുന്നൊരു കാലഘട്ടം കൂടിയാണ് എന്നർത്ഥം. അതായത് നമ്മുടെ ശരീരം, അപ്പോൾ എന്താണ് നിന്റെ ശരീരം ഫിലോസഫിക്കലായിട്ട് ചോദിച്ചാൽ എന്താണ് നീ എന്ന് ചോദിച്ചാൽ, കുട്ടികൾ തമ്മിൽ കളിക്കുന്ന ഒരു സാധനമുണ്ട്. അപ്പോൾ പറയും ഇത് ഞാൻ എന്ന് പറയാം, അത് നിന്റെ തലയല്ലേ? കൈ കാണിച്ചു കൊടുത്താൽ അത് നിന്റെ കൈയല്ലേ? മൂക്ക് കാണിച്ചു അത് നിന്റെ മൂക്കല്ലേ എന്ന് പറയാം. അപ്പോൾ ശരീരം ഇല്ലേ? നമുക്ക് ഒക്കെ ഓരോ അവയവങ്ങളാണ്. അപ്പൊ നമ്മൾ എന്ത് പറയും, ഈ അവയവങ്ങളുടെ ഒക്കെ കൂടിച്ചേരലാണ് ശരീരം എന്ന് പറയാനായിരിക്കും നമ്മൾ ആഗ്രഹിക്കുന്നത്. പക്ഷേ നാം ഓരോരുത്തരും തന്നെ ഒരു ശരീരമല്ല, പല പല തരത്തിലുള്ള ശരീരങ്ങൾ പേറി നടക്കുന്നവളാണ് എന്നർത്ഥം. ഓരോ പുരുഷന്റെ ഉടലിൽ ഒരു സ്ത്രീ ഉടലുണ്ട്, ഓരോ സ്ത്രീയുടെ ഉടലിൽ ഒരു പുരുഷ ഉടലുണ്ട്. ഓരോ പുരുഷന്റെയും ഓരോ മനുഷ്യൻ, നമുക്ക് പറയാം ഓരോ മനുഷ്യന്റെയും അല്ലെങ്കിൽ ഒരു ആളുടെ എന്ന് പറയാം, ഓരോ ആളുടെയും ശരീരത്തിൽ ഒരു ബയോളജിക്കൽ ബോഡി ഉണ്ട്. ബയോളജിക്കൽ ബോഡി എന്ന് പറഞ്ഞാൽ നമ്മൾ ശിശുവായി ഇതുവരെ ഇങ്ങനെ ശിശുവായിട്ട് അതേപോലെ ജീവിക്കുകയല്ല നമ്മൾ ചെയ്യുന്നത്. ഇങ്ങനെ വളർന്ന് മുട്ടുട്ടെഴിഞ്ഞ് നടന്ന് വളർന്ന് പഠിച്ചു ഇങ്ങനെ വന്നു വൃദ്ധരാവുന്നു, ഒടുവിൽ മരിക്കുന്നു. ഈ രീതിയിൽ ഇങ്ങനെ സ്വയം പരിണമിക്കുന്ന ബോഡിയെയാണ് നമ്മൾ ബയോളജിക്കൽ ബോഡി എന്ന് പറയുന്നത്. ആ ബയോളജിക്കൽ ബോഡിക്ക് ഞാൻ കൊടുത്ത തർജ്ജമ ശരിയാണോ എന്നറിയില്ല, പച്ച ശരീരം എന്നാണ് പറയുന്നത്. പച്ച ശരീരം എന്ന് പറഞ്ഞാൽ ശുദ്ധ ശരീരം, പച്ചയ്ക്ക് ശുദ്ധം എന്നാണല്ലോ അർത്ഥം. അതുകൊണ്ടാണല്ലോ പച്ച വെള്ളം പോലും തന്നില്ല എന്ന് പറഞ്ഞാൽ ശുദ്ധ വെള്ളം പോലും തന്നില്ല. പച്ച മനുഷ്യൻ എന്ന് നമ്മൾ പറയാറില്ലേ, ശുദ്ധ മനുഷ്യരെ കുറിച്ചിട്ട് പറയുന്നത്. അപ്പൊ പച്ചയ്ക്ക് അങ്ങനെ കുറേ നാനാർത്ഥങ്ങൾ, എല്ലാ പദങ്ങളും നാനാർത്ഥം ഉള്ളവയാണ്. അപ്പൊ ആ നിലയ്ക്ക് നോക്കുമ്പോൾ ഈ പച്ച ശരീരം അതാണ്, തെഴുക്കുന്നതാണ് പച്ച എന്നുള്ളത് കൂടി ഒക്കെ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഞാൻ പച്ച ശരീരം എന്ന് പേരിടുക. അത് വലിയൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് അങ്ങനെ തോന്നണമെന്നില്ല, തോന്നുകയും വേണ്ട. അപ്പോൾ ഈ കുട്ടിയിൽ നിന്ന് ഇങ്ങനെ വാർദ്ധക്യം വരെ എത്തുന്ന പരിണമിക്കുന്ന ബയോളജിക്കൽ ബോഡിയാണ് ഈ പച്ച ശരീരം എന്ന് പറയാം. അത് നമ്മളിൽ എല്ലാവർക്കും ഉണ്ട്, നിഷേധിക്കാൻ പറ്റുമോ? ഇല്ല. കാരണം ഇവിടെ ഇരിക്കുന്ന ആരിലും തന്നെ ഒരു മുട്ടിട്ടിഴയുന്ന ശിശുവിനെ ഞാൻ കാണുന്നില്ല. അവരൊക്കെ തന്നെ പലതരത്തിലുള്ള പ്രായം പേറുന്നവരാണ് എന്നർത്ഥം. ഈ പ്രായം പേറുന്നതും ഒരു തരത്തിൽ പ്രശ്നമല്ല. ഈ ശരീരങ്ങളെയൊക്കെ കുറിച്ചിട്ട് ഇപ്പോൾ നമുക്ക് പഠന സൗകര്യാർത്ഥമായിട്ട് എംബഡീഡ് കൊഗ്നിഷൻ പഠിക്കുന്നതിന് വേണ്ടി മാർക്ക് ജോൺസൺ എന്ന് പറയുന്ന ഫിലോസഫർ അദ്ദേഹം ശരീരത്തിൻ്റെ ഒരു അവസ്ഥയെ 5ആയിട്ട് തരംതിരിച്ചു. ആ 5ആയി തരംതിരിച്ചതിൽ ആദ്യത്തെ ശരീരത്തെ കുറിച്ചാണ് തൊട്ടു മുമ്പേ ഞാൻ പറഞ്ഞത്. അത് ഇതാണ് പച്ച ശരീരം എന്ന് പറയുന്നത്. ഇപ്പൊ ശിശുവിൽ നിന്ന് പൂർണ്ണ മനുഷ്യനിലേക്ക്, എന്താണ് പൂർണ്ണത എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല, മരണത്തിലേക്ക് എത്തുന്ന ഒരവസ്ഥ എന്ന് വേണമെങ്കിൽ അതിന് പറയാം. അല്ലാതെ ഒരു പൂർണ്ണത നമുക്കില്ലല്ലോ. പൂർണ്ണ മനുഷ്യനിലേക്ക് വളരുന്ന ശരീരമാണ് ബയോളജിക്കൽ ബോഡി അഥവാ ഈ പച്ച ശരീരം. മറ്റത് അനുഭവ ശരീരം, ഫിനോമിനോളജിക്കൽ ബോഡി എന്നാണ്. ഹൈഡഗറൊക്കെ വലിയ പ്രാധാന്യം കൊടുത്തിരിക്കുന്ന ഒരു സംഗതിയാണത്. അനുഭവ ശരീരം എന്ന് പറയുന്നത് നമ്മൾ ജീവിക്കുന്ന, നമ്മൾ അറിയുന്ന, നമ്മളെ മനസ്സിലാക്കുന്ന, നമുക്ക് തൊട്ടനുഭവിക്കാൻ കഴിയുന്ന ശരീരത്തെയാണ് നമ്മൾ ഫിനോമിനോളജി ബോഡി എന്ന് പറയുന്നത്. ഇപ്പോൾ ടച്ചിനെ കുറിച്ച് നമ്മൾ പറയാറുണ്ട്, സ്പർശത്തെ കുറിച്ചിട്ട് പറയാൻ പറ്റും. സ്പർശം എന്ന് പറയുന്നത് ഒരു ബൗദ്ധിക പ്രവർത്തനം, ഒരു ശാരീരിക പ്രവർത്തനമാണെങ്കിലും അത് പോളിസെമിയസ് ആണ്. അതിന് പലതരത്തിലുള്ള നാനാർത്ഥങ്ങൾ ഉണ്ട് എന്നർത്ഥം. ഞാനിവിടെ വരുന്ന സന്ദർഭത്തിൽ എന്നെ ഡോക്ടർ ശ്രീവത്സൻ വന്ന് കൈ തരുന്ന സന്ദർഭത്തിൽ അതൊരു സ്പർശമാണ്. ആ സ്പർശത്തിൽ ഞാൻ ദുരർത്ഥം കാണുന്നില്ല. എൻ്റെ തൊട്ടടുത്ത് അഞ്ജന ടീച്ചർ വരുന്നു, എനിക്ക് ഷെയ്ക്ക് ഹാൻഡ് തരുന്നു, അതിലും ദുരർത്ഥമില്ല. എൻ്റെ കൈ അല്പം കൂടി മാറ്റുകയും അതിന് സമയദീർഘം വന്നു കഴിഞ്ഞാൽ അത് ബാഡ് ടച്ചായി മാറുന്നത്
അഞ്ജനയ്ക്ക് തിരിച്ചറിയാൻ പറ്റും. അത് ബാഡ് ടച്ച് എന്ന് നമ്മൾ പറയാനായിട്ട്. സ്നേഹത്തോടെയുള്ള തലയോടലിനെ കുറിച്ച് നമുക്കറിയാം. അങ്ങനെ ടച്ച് തന്നെ പലതരത്തിലുണ്ട് എന്ന് നമുക്കറിയാം. അത് നാനാർത്ഥ അത് മാത്രമല്ല, അങ്ങനെ മറ്റുള്ളവരുടെ തൊടലിൽ നിന്ന് മാത്രമല്ല, സ്വയം നമ്മൾ ശരീരത്തെക്കുറിച്ചിട്ടുള്ള നമ്മെക്കുറിച്ചിട്ടുള്ള അറിവ് പറയും. ചില ആളുകൾ പറയാം, എനിക്ക് എന്നെ കുറിച്ചിട്ട് നല്ല ധാരണയുണ്ട്, അതിൽ ഞാൻ വിശ്വസിക്കാം എന്നൊക്കെ പറയുന്നത് നമ്മൾ അനുഭവിക്കുന്ന ഈ റൂം തന്നെ നമ്മൾ ഇത്രയും പേരുടെ പേരിലാണ് അനുഭവിക്കുന്നത് എന്നർത്ഥം. ഞാനിവിടെ നിൽക്കുന്നത് വേറൊരു അനുഭവമാണെങ്കിൽ അവിടെ ഇരിക്കുന്ന ഒരാളുടെ അനുഭവം, തോന്നലുകൾ എന്ന് പറയുന്നത് വ്യത്യസ്തമാണ്. ഇയാൾ എപ്പോഴാണ് നിർത്തി പോവുക എന്നുള്ളൊരു ആലോചനയുള്ളവർ ആരും തന്നെ ഈ ഹാളിൽ ഇല്ല എന്നുള്ള ഉറപ്പ് എനിക്കുണ്ട്. പിന്നെ അങ്ങനെയാണല്ലോ ഞാൻ പറയേണ്ടത്. അപ്പോൾ അങ്ങനെയുള്ളവർ ഉണ്ടാവാത്ത ഒരവസ്ഥയുണ്ടാകാം. അങ്ങനെ പല രീതിയിൽ ഇപ്പോൾ നമ്മൾ വേറെ ഏതെങ്കിലും ലോകത്താവാം. അങ്ങനെ പലതും നമ്മൾ ഇപ്പോൾ അനുഭവിക്കുന്നത് പോലും നമുക്ക് എന്താണെന്ന് ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇത്രയും പേരുടെ ഉത്തരമാണ് കിട്ടുക. അതൊരു ഏക ഉത്തരമല്ല. അത്തരത്തിലുള്ള ഏക ഉത്തരം നമ്മൾ ഒരു സാഹചര്യത്തിലും പ്രതീക്ഷിക്കേണ്ടതുമില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. മറ്റൊരു ശരീരമാണ് ഹരിത ശരീരം എന്ന് പറയുന്നത്. ശ്രീവത്സമയ മാഷയുടെയൊക്കെ ഏരിയയാണിത്. നമ്മൾ തണുപ്പും ചൂടും മറ്റും അറിയുന്നത് ശരീരം പരിസ്ഥിതിയുമായി സമ്പർക്കത്തിൽ ഏർപ്പെടുന്നത് മൂലമാണ്. നാം ജീവിക്കുന്ന പാരിസ്ഥിതിക ചുറ്റുപാടുകൾ രൂപപ്പെടുത്തുന്ന ശരീരത്തെ എൻവയോൺമെന്റ് ബോഡി അഥവാ ഹരിത ശരീരം എന്ന് പറയാം. ജൈവബോധം പകർന്നു തരുന്ന ശരീരം ആണ് അത് എന്നുള്ളത്. അതായത് ചൂടറിയുക, തണുപ്പറിയുക എന്ന് പറയും. ഈ ചൂടും തണുപ്പിൽ നിന്ന് ചില കാര്യങ്ങൾ നമ്മൾ ഭാഷയിൽ ആവിഷ്കരിക്കും. എനിക്ക് അപ്പോൾ ഞാൻ നാളെ മദ്രാസ് യൂണിവേഴ്സിറ്റി മലയാളം ഡിപ്പാർട്ട്മെന്റിൽ പോയിട്ട് പറയും, ചിറ്റൂർ ഗവൺമെന്റ് കോളേജിലെ മലയാള വിഭാഗം എനിക്ക് ഊഷ്മള സ്വീകരണം നൽകി എന്നാണ് പറയാം. ഊഷ്മളം എന്ന് പറഞ്ഞാൽ ചൂടുള്ള, ഇംഗ്ലീഷിൽ അതിന് പറയാം വാം വെൽക്കം എന്നാണ് നമ്മൾ പറയാം. തണുത്ത സ്വീകരണമാണ് നൽകിയതെന്ന് പറഞ്ഞാൽ എന്താണ്? അതിനും ഒരു അർത്ഥമുണ്ട്. ഈ തണുപ്പ് ചൂട് എന്നുള്ളത് നമുക്ക് എവിടെ നിന്ന് കിട്ടിയത്? നമ്മുടെ കാലാവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒന്നാണ് എന്നർത്ഥം. അങ്ങനെ ചില സ്വരങ്ങൾ പോലും നമുക്കുണ്ട്. സ് ഷ് സ് എന്ന് പറയുമ്പോൾ അതിന് ഊഷ്മാവ് എന്നാണ് നമ്മൾ പറയുക. ഊഷ്മാവ് എന്ന് വെച്ചാൽ ചൂടാണല്ലോ. ആ ചൂടുള്ള ശരീരം നമ്മളെ അടുപ്പിച്ച് നിൽക്കുന്നു. ഞാൻ പറയും എനിക്ക് ഊഷ്മളമായിട്ടുള്ള സ്വീകരണം ലഭിച്ചു എന്ന് പറയും. പക്ഷേ അതിന് ചൂടുണ്ട്, വാമായിട്ടുള്ള എന്ന് എനിക്ക് പറയാൻ പറ്റും. പക്ഷേ ഞാൻ അവിടെ പോയിട്ട് എനിക്ക് ഊഷ്മളമായ ചായ തന്നു, ഉഷ്ണമുള്ള ചായ തന്നു എന്ന് പറയില്ല. മറിച്ച് ഞാൻ പറയും ചൂടുള്ള ചായ തന്നു എന്നാണ് പറയുന്നത്. നോക്കൂ അതിൻ്റെ അർത്ഥം മാറുന്നത്. ഇത് ചായക്ക് ചൂടാണെന്നും എന്നാൽ ഈ കാലാവസ്ഥ ഉഷ്ണമുള്ളതാണെന്നും ചൂടുള്ളതാണെന്നും നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇതൊക്കെ ഭാഷയുടെ സിംബോളിക് ആയിട്ടുള്ള എബിലിറ്റി കൊണ്ടാണ്. ആ എബിലിറ്റി ഉണ്ടാവുന്ന ശരീരം നമ്മുടെ സാഹചര്യവുമായിട്ട് ചുറ്റുപാടുകളുമായിട്ട് സമ്പർക്കത്തിൽ ഏർപ്പെടുന്നതിൻ്റെ ഫലമായിട്ട് ആർജിക്കുന്ന വിജ്ഞാനത്തിൻ്റെ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ ആണെന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. ഇനി നമുക്ക് സാമൂഹിക ശരീരം എന്ന് പറയുന്നു. അതിലുണ്ടാ പോയിട്ടുണ്ട്, അത് നോക്കേണ്ട, തിരക്കിൽ ചെയ്തതുകൊണ്ടാണ്. നമുക്കറിയാം സോഷ്യൽ ബോഡി എന്ന് പറയുന്നത് ഓരോരുത്തർ ശരീരം കണ്ടു കഴിഞ്ഞാൽ തന്നെ ഒരു പക്ഷേ ഇന്ന ജാതിയിൽ, ഇന്ന മതത്തിൽ, ഇന്ന പ്രദേശത്ത് എന്നൊക്കെ പറയാനായിട്ട് നമുക്ക് പറ്റിയെന്ന് വരും. അതായത് ഞാൻ അങ്ങോട്ട് ചെന്നൈയിൽ നിന്ന് ട്രാവൽ ചെയ്യുമ്പോൾ എൻ്റെ കോ പാസഞ്ചേഴ്സ് എല്ലാവരും തമിഴാണ് പറയുന്നത്. ഈ തമിഴ് ആൻഡ് ഇംഗ്ലീഷാണ് അവർ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. പക്ഷെ അവർ തമിഴരല്ല, ഇംഗ്ലീഷുകാരല്ല എന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾ നോർത്ത് ഇന്ത്യൻസ് അല്ലേ, നിങ്ങൾ ബംഗാളികളല്ലേ അവർ എന്ന് ചോദിച്ചു. അത് അവരുടെ ഭാഷ ഉച്ചരിക്കുന്ന രീതിയിൽ നിന്നല്ല, അവരുടെ ഒരു ഫേസ് കണ്ടാൽ. ഇപ്പം എന്നെ കണ്ടാൽ എല്ലാവരും പറയാറുണ്ട് ഞാൻ തമിഴനാണ് എന്നുള്ളത്. സത്യത്തിൽ അതല്ല എന്നുള്ളത് എനിക്ക് തീർത്ത് പറയാൻ പറ്റില്ല, എനിക്ക് തമിഴ് പേരുള്ളത് കൊണ്ട്. നേരെ മറിച്ച് ഒരാൾ ഞങ്ങൾ മൈസൂരിൽ ജോലി ചെയ്തപ്പോൾ എന്നെ കന്നഡിക ആണെന്ന് വിചാരിച്ച ആളുകളുണ്ട്. കാരണം ഒരു പാൻ ഇന്ത്യൻ കളറാണ് എൻ്റെ കളറ്. അതുകൊണ്ട് എന്നെ ദക്ഷിണേന്ത്യക്കാർക്ക് മുഴുവൻ കന്നഡികയാകാം, തെലുങ്കനാക്കാം, മലയാളിയാക്കാം, തമിഴനാക്കാം. ഇങ്ങനെ ഒരു നിറബോധം നമ്മുടെ മുമ്പിൽ നമുക്ക് ഊഹിക്കാൻ പറ്റും. ഒരു മണിപ്പൂരി ആയിട്ടുള്ള ഒരാളെ കണ്ടു കഴിഞ്ഞാൽ അത് പറയാൻ പറ്റും. ഈ രീതിയിലുള്ള ശരീരം നൽകുന്ന ഒന്ന്. പിന്നെ ശരീരത്തിൽ നമ്മൾ യേശുന്ന അലങ്കാരം എന്ന് പറഞ്ഞു. ഇപ്പോൾ നേരത്തെ പ്രിൻസിപ്പൽ സംസാരിച്ച സന്ദർഭത്തിൽ ജെൻസിയെ കുറിച്ചിട്ട് സംസാരിച്ചു, ന്യൂ ജെന്നെ കുറിച്ച് സംസാരിക്കുന്നു. അവരുടെ ബോഡി ലാംഗ്വേജിൽ തന്നെ അവർ എന്തിനെയാണ് റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നത് നമുക്ക് പറയാൻ പറ്റും, അവരുടെ അലങ്കാരങ്ങൾ കൊണ്ട്, അവരുടെ ശരീരഭാഷ കൊണ്ട്. അതുപോലെ എലീറ്റ് ആയിട്ടുള്ള ഫെമിനിസ്റ്റുകളെ കണ്ടാലും നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒറ്റ നോട്ടത്തിൽ പറയാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ള ഒരു
സോഷ്യൽ ബോഡി. പഴയ കാലത്താണെങ്കിൽ പറയും പൂണൂലിടുന്നവർ, പൂണൂലിടാത്തവർ, അങ്ങനെ പിന്നെ മേൽമുണ്ട് ധരിക്കാത്തവർ എന്നൊക്കെ പറയും പഴയ കാലത്ത്. ഇക്കാലഘട്ടത്തിൽ അത് പ്രസക്തമാണെന്ന്, അതിൽ നിന്നും നമ്മൾ യാതൊരു തരത്തിലുള്ള അറിവ് ആർജിക്കുന്നു എന്ന് പറയാനാണ്. ഇതൊക്കെ കൂടിയാണ് ഭാഷയെ തീർക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ടാനുള്ള ശ്രമമാണ്. പിന്നെ സാമൂഹ്യ, ഇതെല്ലാം നേരത്തെ പറഞ്ഞ എല്ലാ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെടുന്ന ഒന്നാണ് സാംസ്കാരിക ശരീരം അഥവാ കൾച്ചറൽ ബോഡി എന്ന് പറയുന്നത്. അത് ആചാരാനുഷ്ഠാനങ്ങൾ വഴി ആർജിക്കുന്ന നമ്മുടെ ജീവിത രീതി മുഴുവനായിട്ട് ജീവിക്കുന്ന ഒന്ന് എന്നാണ് അർത്ഥം. ഇത് ഞാൻ അറിവ്, ഇപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇത്രയാണ്. അറിവ് ഉണ്ടാക്കുന്നതിൻ്റെ കേന്ദ്രം നമ്മുടെ ശരീരം ആണ്. ആ ശരീരം ഏതെല്ലാം തരത്തിലാണ് അറിവുണ്ടാക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി മാർക്ക് ജോൺസൺ ഉപയോഗിച്ചിട്ടുള്ള ഒരു കോൺസെപ്റ്റ് എടുത്തുകൊണ്ട് നമ്മൾ അതിനെ 5ആയിട്ട് വർഗീകരിക്കുകയാണ്. ഇതിൽ കൂടുതൽ ശരീരങ്ങൾ ഇല്ലേ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഉണ്ട്. കാരണം ഇതെല്ലാം തന്നെ ഉടലും ചുറ്റുപാടും അതിൽ നിന്ന് ആർജിക്കുന്ന അനുഭവങ്ങളും കൂട്ടി സംയോജിപ്പിച്ചെടുക്കുന്ന ജ്ഞാനബോധമാണ് നമ്മുടേത് എന്നത് തന്നെയാണ് അതിന് കാരണം. അപ്പോൾ എങ്ങനെയാ ഇതിനെക്കുറിച്ച് നോക്കാൻ, ഞാനിപ്പോൾ പറഞ്ഞു അറിവ്, ഉടല്, അധികാരം, ഈ 3 കാര്യത്തെക്കുറിച്ച് പറഞ്ഞു. ഈ 3 കാര്യത്തെക്കുറിച്ച് പറഞ്ഞാൽ ഈ നല്ല വായനക്കാരായിട്ടുള്ള ആളുകളുടെ മനസ്സിൽ ഓടിയെത്തുന്ന ഒരു ഫിലോസഫർ മിഷേൽ ഫൂക്കോ എന്നുള്ള ഫ്രഞ്ച് ഫിലോസഫറാണ്. അദ്ദേഹം ഇതിനെ 3 ആധാരമാക്കിയിട്ടാണ് അധികാരത്തെ കുറിച്ചിട്ട് സംസാരിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അദ്ദേഹം അധികാരത്തെ എങ്ങനെയാണ് കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ടാവുക എന്ന് നോക്കാം എന്നൊരു വിചാരം ഉള്ളത് കൊണ്ടാണ്. അതോടൊപ്പം തന്നെ ആ അധികാരം ഏതെങ്കിലും തരത്തിൽ നമുക്ക് ദൈക്ഷണിക പ്രക്രിയയുമായിട്ട് ബന്ധപ്പെടുത്താൻ പറ്റുമോ എന്നുള്ള അന്വേഷണമാണ് അടുത്ത് നടത്താനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇതില് നമുക്ക് അറിയാൻ പറ്റുന്ന ഒരു കാര്യം, ഒന്ന് ഫൂക്കോയുടെ ചിത്രമാണ്, എൻ്റെ ചിത്രമല്ല എന്ന് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാമല്ലോ. അത് ഇപ്പുറത്തുള്ളത് എൻ്റെ വീടല്ല, അതെന്താണെന്ന് നിങ്ങളിൽ ചിലർക്ക് അറിയാൻ പറ്റും. അത് എന്തിൻ്റെ ചിത്രമാണ്? അതൊരു ചർച്ചിന്റെ ചിത്രമാണോ? അല്ല. അതെന്തിനാ? ചിറ്റൂർ കോളേജിന്റെ ചിത്രവുമല്ല എന്നറിയാം. കാരണം ചിറ്റൂർ കോളേജ് എന്താ നമ്മുടെ സങ്കല്പനത്തിലുണ്ട്, പക്ഷെ ഇത് നമ്മുടെ സങ്കല്പനത്തിലില്ല. എന്നാൽ ചിലരുടെ സങ്കല്പനത്തിലുണ്ട്. ഇതൊരു ജയിലാണ്. അതിനെ പെനോറ്റോപിക്കൽ മാതൃകയിൽ ഫൂക്കോ അധികാരം നിർണ്ണയിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഈ ജയിലിലെ കുറെ ജനലുകൾ കണ്ടിട്ടില്ലേ? അവിടെയൊക്കെ കുറ്റവാളികളായിരിക്കും. ഈ കുറ്റവാളികളെ മുഴുവനും ഇപ്പോൾ ഒരു ജയിലിൽ 500ഓളം കുറ്റവാളികൾ ഉണ്ട് എന്ന് വിചാരിക്കും. കുറ്റവാളികൾ ഞാൻ കൊട്ടേഷനിലാണ് പറയുന്നത്. കുറ്റവാളികളുണ്ട് കാരണം അത് ആപേക്ഷികമാണല്ലോ. കുറ്റവാളികളെ എല്ലാം നിയന്ത്രിക്കാൻ 500 പേരെങ്കിലും വേണ്ടി വരും. ഇതൊരൊറ്റ ആളെ കൊണ്ട് സാധിക്കും. അതിനെ കണക്കാക്കിയിട്ടാണ് ഈ ജയിലിന്റെ നിർമ്മാണം. മേലെ ഒരാൾ നിൽക്കും, അയാൾക്ക് ഇതൊരു റൗണ്ട് ഔട്ട് ആയതുകൊണ്ട് തന്നെ ഓരോരോ സെല്ലിലുള്ള രോഗികൾ എന്താണ് ചെയ്യുന്നതിനെ, തടവുകാർ എന്താണ് ചെയ്തത് എന്നതിനെ കുറിച്ചിട്ട് അദ്ദേഹത്തിന് അവിടെ നിൽക്കുന്ന ആളുകൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി അവിടെ ആള് നിന്നില്ലെങ്കിൽ പോലും അവിടെ ആളുണ്ട് എന്നുള്ളതുകൊണ്ട് ഇവരൊക്കെ ശാന്ത സ്വരൂപികളായിട്ട് ക്രൈമൊന്നും കാണിക്കാതെ ജീവിച്ചോളൂ എന്നുള്ളതാണ്. ഇങ്ങനെ ഒരു അധികാര ബോധം നമുക്ക് എപ്പോഴും ഉണ്ട്. ഒരു മേലധികാരം എന്നാണ് നമ്മൾ അതിനെ കുറിച്ചിട്ട് പറയും, മേലധികാരം. ഇപ്പം അത് ക്യാമറയാണ് വഹിക്കുന്നത് അല്ലേ? പുറത്തിറങ്ങി കഴിഞ്ഞാൽ നമുക്ക് വലിയൊരു ആരെയോ നമ്മളെ ഇങ്ങനെ പിന്തുടരുന്നുണ്ട്. എവിടെ നോക്കിയാലും ക്യാമറ, എവിടെ മാത്രം കാണുന്നില്ല. ഇത് ലൈബ്രറി ആയതുകൊണ്ടായിരിക്കാം ക്യാമറ കാണുന്നില്ല, പക്ഷെ ക്യാമറയ്ക്കാണ് ശക്തമായിട്ടുള്ള കണ്ണുകൾ ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു സംഗതിയുണ്ട്. ഇപ്പോൾ നിങ്ങളുടെയൊക്കെ വിദ്യാർത്ഥികളെയൊക്കെ തന്നെ ഒരു വേറെ ഏതെങ്കിലും വിദേശ സർവകലാശാലയിൽ പഠിക്കാൻ വിട്ടു. ആ പഠിക്കാൻ വിടുന്ന സന്ദർഭത്തിലും അവിടെ ഒരു ഇമോഷണൽ ബോണ്ടേജ് എന്ന് പറയുന്ന, നിങ്ങളുടെ അച്ഛനും അമ്മയും അല്ലെങ്കിൽ ചേട്ടനും ചേച്ചിയും ഒക്കെ ആയിട്ടുള്ള ഒരു ഇമോഷണൽ ബോണ്ടേജ് അവിടെ നിങ്ങളെ ക്യാമറ പോലെ നിരീക്ഷിക്കുന്നത് കൊണ്ട് അങ്ങനെ അഴിഞ്ഞാടേണ്ട എന്നൊരു തീരുമാനം നിങ്ങൾ തന്നെ എടുക്കും. ഇവിടെ അഴിഞ്ഞാടലും കൊട്ടേഷനിലാണ് കേട്ടോ, അതെന്താണെന്നൊന്നും പറയാൻ പറ്റില്ല. അത്ര ഫ്രീഡം വേണ്ട, അവരനുവദിക്കാത്ത ഫ്രീഡം എനിക്ക് ഈ വിദേശ നാട്ടിൽ വേണ്ട എന്നുള്ളൊരു തോന്നലുണ്ടാക്കാൻ പോകുന്ന രീതിയിലും ഈ കാര്യം മാറുന്നുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. എല്ലാം ഒരു മേൽനോട്ടത്തിലാണ്. നമ്മുടെ ഏറ്റവും ചെറിയ സോഷ്യൽ യൂണിറ്റ് ആയിട്ടുള്ള സാമൂഹ്യ സ്ഥാപനമായിട്ടുള്ള കുടുംബം നോക്കൂ, അതും ചില മേൽനോട്ടത്തിലാണ് നടക്കുന്നത്. അവിടെ ഒരു ഹൈറാർക്കി ഉണ്ടാകും. ഈ കോളേജ് ഒരു ഹൈറാർക്കി ഉണ്ട്, അതിലൊരു മേൽനോട്ടമുണ്ട്. പ്രിൻസിപ്പാൾ എപ്പോഴും മുകളിലാണ് ഇരിക്കുക, താഴെ ഇരിക്കുന്ന പ്രിൻസിപ്പാളിനെ ഞാൻ അപൂർവമായിട്ട് കണ്ടിട്ടുള്ളൂ. അത് മേലെ പ്രിൻസിപ്പാൾ ഉണ്ട്, ഒച്ച വെക്കരുത് എന്ന് പറയുന്നു. അത് അധികാരത്തിന്റെ സ്ഥാനമായിട്ട്. ഇനി അദ്ദേഹം ലീവ് ആണെങ്കിൽ പോലും നമ്മൾ വിചാരിച്ചോളൂ അദ്ദേഹം ഉണ്ട് എന്ന്. അതിന്റെ മേലെ ആരുണ്ട്? യൂണിവേഴ്സിറ്റി ഉണ്ട്. ആ യൂണിവേഴ്സിറ്റിയുടെ മുകളിൽ വൈസ് ചാൻസലർ ഉണ്ട് എന്നർത്ഥം. അതിന്റെ മേലെ ഗവർണർ ഉണ്ട്. അതാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ ശാപം എന്ന് നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒന്നാണെന്ന് അറിയാം. ഈ മേലെ നിൽക്കുന്നതെല്ലാം തന്നെ ഈ ബോധത്തെ അദ്ദേഹം നോക്കൂ, അറിവ്, ഉടൽ, അധികാരം എന്നിവയെ
ദൈക്ഷണികവാദത്തിന്റെ അടിസ്ഥാനത്തിൽ പഠിക്കുമ്പോൾ ഈ ഫൂക്കോ ചെയ്യുന്നത് സാമൂഹികതയുടെ അടിസ്ഥാനത്തിൽ പഠിക്കാനായിട്ടാണ് അദ്ദേഹം ശ്രമിക്കുന്നത് എന്ന് പറയും. അപ്പം നമ്മുടെ ഓരോ അറിവിലും ഞാൻ പറഞ്ഞു വരുന്നത് അതിലൊരു അധികാരം കൂടി നമ്മുടെ ഘടനയിൽ കടന്നു വരുന്നുണ്ട്. അതുകൊണ്ട് ഫൂക്കോ പറഞ്ഞതായിട്ട് ആളുകൾ പറയാറുള്ള ഒന്ന്, ഈ വേർ ദർ ഇസ് എ പവർ ദർ ഇസ് റെസിസ്റ്റൻസ്. എവിടെ അധികാരമുണ്ടോ അവിടെ പ്രതിരോധവുമുണ്ട് എന്ന് ഫൂക്കോ അധികാരത്തെക്കുറിച്ച് പറഞ്ഞു. കാരണം ഫൂക്കോ അധികാരത്തെക്കുറിച്ച് ഏതെങ്കിലും തരത്തിലുള്ള നിർവചനങ്ങൾ പറഞ്ഞിട്ടില്ല. അദ്ദേഹം ഈ പലതരത്തിലുള്ള അധികാര ബന്ധങ്ങളെ കുറിച്ചിട്ട് പറയുകയും അത് ഓരോ കൃതിയിലും മാറ്റി മാറ്റി പ്രതിഷ്ഠിക്കുകയും ചെയ്യുന്നു. കാരണം അത്രയത്ര സങ്കീർണമാണ് നമ്മുടെ അധികാര ബന്ധങ്ങൾ. എങ്കിലും അദ്ദേഹം ഊന്നൽ നൽകുന്ന ഒരു കാര്യം സോഷ്യൽ നെറ്റ്വർക്കിംഗ് അഥവാ സാമൂഹിക ബന്ധമാണ് അധികാരം എന്ന് പറയുന്നു. അത് മുകളിൽ പാശ്ചാത്യം നമ്മളൊക്കെ ശ്രദ്ധിച്ചിരുന്ന ഒരു കാര്യം, അധികാരം ഇങ്ങനെ മുകളിൽ നിന്ന്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മുകളിൽ നിന്ന് താഴോട്ട് വരുന്നതാണ് എന്നുള്ളതല്ല. ഇറ്റ് ക്യാൻ കം എവ്രിവേ, അത് ഏത് ഭാഗത്തു നിന്നും വരാം എന്നുള്ള രീതിയിൽ അദ്ദേഹം അതിനെ തലത്തെ മാറ്റുകയാണ് ഫൂക്കോ ചെയ്തിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നു, അല്ല പ്രധാനപ്പെട്ട നിർവചനം എന്ന് പറയാം. ആ അർത്ഥത്തിൽ അദ്ദേഹം പല കൃതികളായിട്ട് പറഞ്ഞിട്ടുള്ള അധികാരത്തെ നമുക്ക് ഇങ്ങനെ ക്രോഡീകരിക്കാം. അതൊരു വസ്തു ബന്ധം ആണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, അധികാരം അടിച്ചമർത്തലല്ല. അതിങ്ങനെ നമ്മൾ വിചാരിക്കും അടിച്ചമർത്തൽ, ആ സൃഷ്ടിപരത അധികാരത്തിൽ, ഈ അധികാരത്തിന്റെ സൃഷ്ടിപരതയിലാണ് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. പിന്നെ രാഷ്ട്രം, ഭരണകൂടം എന്നിവയിൽ അധിഷ്ഠിതമാണ് അധികാരം എന്ന് അധികാരത്തെ ഫൂക്കോ വിചാരിച്ചിരുന്നു. അത് അദ്ദേഹം പിന്നീട് തിരുത്തിയിട്ട് സാമൂഹ്യ സ്ഥാപനങ്ങളിലൂടെയാണ്, അതേതായാലും ശരി, കുടുംബം എന്നുള്ള യൂണിറ്റ് ആവാം, വിദ്യാലയം എന്നുള്ള യൂണിറ്റ് ആവാം, പിന്നെ ഭരണകൂടങ്ങളാവാം, അങ്ങനെയുള്ള. അപ്പോൾ ഈ സാമൂഹിക ബന്ധങ്ങളുടെ സൂക്ഷ്മ തലങ്ങളിൽ നിന്നാണ് അധികാരം വരുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ഈ അദ്ദേഹം പറയാൻ ശ്രമിച്ചു. ഞാൻ എന്തുകൊണ്ടാണ് ഫൂക്കോയെ കുറിച്ച് പറഞ്ഞത് വെച്ചാൽ, ഫൂക്കോ ആണ് ഈ അധികാരത്തെ കുറിച്ചിട്ട് ഏറ്റവും കൂടുതൽ സംസാരിച്ച ഫിലോസഫർ. അധികാരം എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലെത്തുന്നത് ഫൂക്കോ ആണ്. ഫൂക്കോയുടെ നിദർശനങ്ങൾ ആസ്പദമാക്കിയിട്ടാണ് ഭാഷാശാസ്ത്രത്തിൽ ക്രിട്ടിക്കൽ ഡിസ്കോഴ്സ് അനാലിസിസ് എന്ന് പറയുന്ന എന്നൊരു സങ്കേതത്തെ ബ്രിട്ടീഷ് ലിംഗ്വിസ്റ്റ് ആയിട്ടുള്ള നോർമൻ ഫെയർക്ലോ അവതരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുള്ളത് എന്ന്. അങ്ങനെ അത് ഭാഷയിലേക്ക് വന്നു. അതുപോലെ തന്നെ സംസ്കാര പഠനത്തിലേക്ക്, ഇപ്പോൾ യക്ഷിയുടെ പഠനത്തിലേക്കൊക്കെയുള്ള ഈ അറിവ് പ്രസരിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് ഇദ്ദേഹമാണ് എന്ന് പറയാം. അപ്പം അങ്ങനെ പലതരത്തിലുള്ളത് കൊണ്ടാണ് അദ്ദേഹത്തെ എങ്ങനെ ദൈക്ഷണിക മാനത്തിലൂടെ നോക്കിക്കാണാം എന്നുള്ള ഒരു ആലോചന പങ്കുവെക്കാൻ ആലോചിക്കുന്നത്. നോക്കൂ, ഇവിടെ അധികാരം അറിവും തമ്മിലുള്ള ഈ പാരസ്പര്യത്തിന്റെ വേരുകൾ ആഴ്ന്നിറങ്ങുന്നത് അറിവാർജന പ്രക്രിയകളായിട്ടുള്ള ദൈക്ഷണിക വൃത്തികളിലാണ്. ഇതാണ് എനിക്ക് മുന്നോട്ട് വയ്ക്കാനുള്ള ഒരു ആർഗ്യുമെന്റ് എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് ഈ അറിവ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ കോഗ്നിറ്റീവ് പ്രോസസ് എന്നാണ് പറയുന്നത്. പവർ കോഗ്നിറ്റീവ് പ്രോസസ് ആണെങ്കിൽ ഇറ്റ് മസ്റ്റ് ബി ഇന്നൈറ്റ്. അത് തീർച്ചയായിട്ടും ജന്മസിദ്ധമായിരിക്കും എന്നുള്ള ഒരു ആർഗ്യുമെന്റ് കൊണ്ടുവരാനാണ് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നർത്ഥം. അപ്പോൾ എന്താണ് ഈ അറിവിന്റെ ഒരു പ്രത്യേകത എന്ന് നോക്കിയാൽ, ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ ശരീരവും സാഹചര്യവും തമ്മിലുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ് അറിവ് ആർജിക്കുന്നത്. ആ അറിവ് ഒരു ദൈക്ഷണിക പ്രക്രിയയാണെന്ന് പറയും. എന്താണ് ദൈക്ഷണികത? നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്ന് അറിവ് ആർജിക്കുന്നതിനെയാണ്, ആ പ്രക്രിയയാണ് നമ്മൾ ദൈക്ഷണികത എന്ന് പറയുന്നത്. അങ്ങനെ അറിവ് ആർജിക്കുന്നതിൻ്റെ ചില പൊതു ദൈക്ഷണിക പ്രവൃത്തികളുണ്ട്, പലതുണ്ട്. അതിൽ 2 or 3 മാത്രമേ എന്നെ വെള്ളം കുടിപ്പിച്ചു അല്ലേ 2 or 3 കാര്യങ്ങളാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, നമ്മൾ അറിവ് ആർജിക്കുന്ന എങ്ങനെയെന്നുള്ളതിൻ്റെ ഒരു ദൈക്ഷണിക പ്രവൃത്തി എന്ന് പറയുന്നത് വർഗീകരണമാണ്. വർഗീകരണം അഥവാ കാറ്റഗറൈസേഷൻ എന്നാണ് പറയുന്നത്. ഇത് മനുഷ്യന് മാത്രമല്ല, ലോകത്തിലുള്ള എല്ലാ ജീവജാലങ്ങൾക്കുമുണ്ട്. ഏകകോശ ജീവിയായ അമീബ പോലും വർഗീകരിച്ചിട്ടാണ് കാര്യങ്ങൾ തിരിച്ചറിയുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ദൈക്ഷണിക പ്രവൃത്തിയായിട്ടുള്ള ഈ വർഗീകരണം എല്ലാ തരത്തിൽ ഉള്ള ഒരു വർഗീകരിക്കാതെ നമുക്കൊന്നും തന്നെ ഡിഫൈൻ ചെയ്യാനോ പറയാനോ പറ്റില്ല എന്നറിയാം. ഇപ്പോൾ ഈ ഹാള് ഒന്ന് നിർവചിക്കാൻ നിങ്ങളോട് ആരെങ്കിലും ഞാൻ ആവശ്യപ്പെടുകയാണെങ്കിൽ, വർഗീകരണം എന്നുള്ള കോൺസെപ്റ്റ് ഉപയോഗിക്കാൻ നിങ്ങൾക്ക് അത് പറയാൻ പറ്റില്ല. എങ്ങനെയായിരിക്കും ചിലപ്പോൾ പറയാ, നേരത്തെ ടീച്ചർ സൂചിപ്പിച്ചല്ലേ, ഭൂരിപക്ഷം പെൺകുട്ടികളും ന്യൂനപക്ഷമായി ആൺകുട്ടികളും ഇരിക്കുന്ന ഹാള് എന്ന് പറയും. പണ്ട് ലൈബ്രറി ആയിരുന്നു, ഇപ്പോൾ ക്ലാസ് മുറിയായിട്ട് ഉള്ള സംഗതി. അല്ലെങ്കിൽ പാലക്കാടിൽ നിന്ന് വരുന്ന ഭൂരിപക്ഷം കുട്ടികളും തൃശ്ശൂരിൽ നിന്ന് വരുന്ന കുറച്ച് കുട്ടികളും അടങ്ങുന്ന മുസ്ലിം ഇത്ര ശതമാനം, ഹിന്ദു ഇത്ര ശതമാനം, ഇങ്ങനെയല്ലാതെ നമുക്ക് ആ ക്ലാസ്സിനെ നിർവചിക്കാൻ പറ്റില്ല. ലിംഗത്തിന്റെ
ജാതിയുടെ, മതത്തിന്റെ, സമ്പത്തിന്റെ, വിദ്യാഭ്യാസത്തിന്റെ, ഇങ്ങനെ പലതരത്തിലുള്ള ഒരു വർഗീകരണ സ്വഭാവത്തോടു കൂടി മാത്രമേ, അതുകൊണ്ടാണ് അതൊരു സങ്കല്പനമാണ്, അതൊരു ദൈക്ഷണിക പ്രക്രിയയാണ് എന്ന് പറഞ്ഞു. ഈ വർഗീകരിക്കാതെ ഒന്നും തന്നെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുകയില്ല. അത് ദൈക്ഷണിക പ്രക്രിയയാണ്. ഈ വർഗീകരണമാണ് അധികാരത്തിന്റെ നട്ഷൽ എന്ന് പറയുന്നത്. എവിടെ നോക്കിക്കഴിഞ്ഞാലും ക്ലാസിഫിക്കേഷൻ ഉണ്ട്, ക്ലാസിഫൈ ചെയ്ത് വെക്കുകയാണ്. അത് മാത്രമല്ല, ആ ക്ലാസിഫിക്കേഷനിൽ തന്നെ നമ്മൾ പറയും ക്ലാസ് 1 ഓഫീസേഴ്സ്. നമ്മുടെ ഈ ഉദ്യോഗസ്ഥ നോക്കുകയാണെങ്കിൽ ക്ലാസ് 1 ഓഫീസേഴ്സ് ഉണ്ട്, നമുക്ക് ലാസ്റ്റ് ഗ്രേഡ് ഓഫീസേഴ്സും ഉണ്ട്. എന്തുകൊണ്ടാണ് ലാസ്റ്റ് ഗ്രേഡ് ആയത് തീർന്നത്? അവിടെ ശരീരത്തിന് എന്താണ് പങ്കെന്നുള്ളത് ഞാൻ അടുത്ത രീതിയിൽ പറയാനായിട്ട് ശ്രമിക്കാം. ഇങ്ങനെ വർഗീകരിച്ച് പറയാം. വർഗീകരണം നമ്മുടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിറങ്ങളെ പോലും നമ്മൾ അങ്ങനെ വർഗീകരിച്ചിട്ടാണ് പറയുന്നത്. ഇപ്പോൾ ടീച്ചറാണ് ഇട്ടിട്ടുള്ള പിങ്ക് നിറം, ആ പിങ്ക് നിറത്തിൻ്റെ ഒരു ഷർട്ട് ഇട്ട ആളുകളെ ഞാനിവിടെ കാണുന്നില്ല. അപ്പോൾ പിങ്ക് എന്ന് പറയുന്നത് ഒരു പെൺകുട്ടികളുടെ നിറമാണ്. അത് ചെറിയ കുട്ടികളാവുന്ന സന്ദർഭത്തിൽ തന്നെ അവർ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ചെറിയ ആൺകുട്ടികൾക്ക് നിങ്ങൾ പിങ്ക് ആയിട്ടുള്ള എന്തെങ്കിലും കാണിച്ച് വാങ്ങിക്കാനോ മറ്റോ കൊടുത്തു കഴിഞ്ഞാൽ അയ്യേ അത് പെണ്ണുങ്ങളെ കളറാണെന്ന് അവർക്ക് ഇത് എവിടെ നിന്നാണ് കിട്ടുന്നത് നമുക്കറിയാൻ പറ്റില്ല. അപ്പൊ നിറത്തെ പോലും നിറത്തിന് അങ്ങനെ പോളിസെമിയസ് ആണ്. എൻ്റെ കൂടെ ഒരാൾ ഗവേഷണം ചെയ്യുന്നുണ്ട് നിറത്തെ ആസ്പദമായി. നിറത്തിന്റെ ഒരു നാനാർത്ഥ ശബ്ദങ്ങളെ കുറിച്ചിട്ടാണ് അദ്ദേഹം പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അങ്ങനെ എല്ലാ രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നിർവചനം. ഇപ്പോൾ ഒരു വർഗം എടുക്കുകയാണെങ്കിൽ ഇതിൽ തന്നെ ഈ വർഗീകരണത്തിന് വേറൊരു പ്രത്യേകത, അതെങ്ങനെയാണ് അധികാരത്തിലേക്ക് പോകുന്നതെന്ന് വെച്ചാൽ ഞാൻ ഒരു എളുപ്പം മനസ്സിലാക്കാൻ ഈ സ്ലൈഡിലേക്ക് വീണ്ടും വരാം. ഞാൻ കുറച്ചൊരു പക്ഷി വർഗങ്ങളുടെ പേര്, ഇതൊക്കെ പക്ഷികളാണ്, ആർക്കും തർക്കമില്ലല്ലോ, ഇതെല്ലാം പക്ഷികളാണ്. ഒന്ന് തത്ത, കോഴി, താറാവ്, മയില്, ഒട്ടകപ്പക്ഷി, പെൻഗിൻ, ഇതെല്ലാം പക്ഷി എന്നുള്ള വർഗത്തിൽപ്പെടുന്നതാണ്. എന്നാൽ ആ വർഗത്തിൽ ഈ അംഗങ്ങൾക്കെല്ലാം ഒരേ സ്ഥാനമാണോ ഉള്ളത്? അല്ല. ഇതിൽ ഏറ്റവും ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, ഏറ്റവും ഉത്തമമായ ഉദാഹരണം, പ്രോട്ടോടൈപ്പ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും പറയുന്നത് തത്തയായിരിക്കും. ഉറപ്പാണ്. കോഴിയല്ല, കാരണം തത്തയെ പോലെ കോഴി പറക്കുന്നില്ല. പറക്കുക എന്നുള്ളൊരു അംശം വരുന്നത്. താറാവിന് പറക്കാൻ പറ്റില്ല. മയിൽ ടു സം എക്സ്റ്റെന്റ് അത് കുറച്ച് പറക്കും. ഒട്ടകപ്പക്ഷിയാണ് ചില പറക്കാൻ പറ്റില്ല. പെൻഗിൻ പറക്കാൻ പറ്റില്ല. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നു? ഈ വർഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. വർഗീകരണം വഴിയാണ്. എന്തുകൊണ്ടാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതിന്റെ കാരണം? നമുക്കതിനെ മനുഷ്യന്റെ കൂടെ കൂട്ടാൻ പറ്റുമോ? പെൻഗിനെ പറ്റില്ല, മനുഷ്യരെ സമ്മതിക്കില്ല. ആര് സമ്മതിച്ചാലും ഞാൻ സമ്മതിക്കില്ല. പെൻഗിൻ വേണ്ട, പെൻഗിൻ മനുഷ്യനല്ല എന്ന് പറയും. ഇനി പെൻഗിനെ നമ്മുടെ മൃഗത്തിന്റെ കൂടെ കൂട്ടാൻ പഠിച്ചാലോ? എൻ്റെ വീട്ടിലെ നായ അതിന് സമ്മതിക്കില്ല, അത് പക്ഷിയാണ് എന്ന് പറയും. ഇങ്ങനെ ഒരു ബോധം ഉണ്ട്. വേറൊരു പ്രധാനപ്പെട്ട കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ഒരു ക്ലാസിക്കൽ കാറ്റഗറൈസേഷന്റെ പഴയ പാരമ്പര്യ വർഗീകരണത്തിൽ എല്ലാം ഒരു തരത്തിൽ താരതമ്യം കൊണ്ട്, സാദൃശ്യം കൊണ്ട് ഒരേ രീതിയിലാക്കുകയാണ്. പക്ഷേ ആ രീതിക്കുള്ള ഒരു അപകടം എന്ന് വെച്ചാൽ അതിൽ പൊസിഷൻ നിർണയിക്കപ്പെടുന്നു എന്നുള്ളതാണ്. ചിലതാണ് അതിൻ്റെ ഉത്തമമായ മാതൃക. ആ ഉത്തമമായ മാതൃകയായിരിക്കും പലപ്പോഴും അതിൻ്റെ നാമമായിട്ട് വരിക, ഗ്രൂപ്പ് നാമമായിട്ട് വരിക, സാമാന്യ നാമമായിട്ട് വരിക എന്നാണ് അർത്ഥം. അപ്പോൾ നമ്മൾ പക്ഷിവർഗത്തിന് നമ്മൾ പറയുന്ന മറ്റൊരു പേരാണ് കിളി. കിളികൾ എന്ന് പറഞ്ഞാൽ എല്ലാം കിളി എന്ന്. കിളി എന്ന് പറഞ്ഞാൽ തമിഴിൽ തത്ത എന്നുള്ള അർത്ഥമാണ് ലഭിക്കുന്നത്. അവിടെയും അങ്ങനെ ഓരോ വർഗത്തിനും പലപ്പോഴും അതിൻ്റെ ഉത്തമമായ എല്ലാ ലക്ഷണം പേർന്നവരെയാണ് നമ്മൾ പറയുക. ഇത് നമ്മൾ ക്ലാസ് റൂമിൽ അധ്യാപകർ ഉപയോഗിക്കും. ഏറ്റവും നന്നായി പഠിക്കുന്ന കുട്ടിയെ ആയിരിക്കും നമ്മൾ എപ്പോഴും ഓർത്ത് വെക്കുക എന്നുള്ള, അല്ലെങ്കിൽ ഏറ്റവും നീളം കൂടിയ കുട്ടി, അല്ലെങ്കിൽ ഏറ്റവും അങ്ങനെ പല ഘടകങ്ങളുണ്ട്. അപ്പൊ നമ്മൾ പറയുന്നു ആ കുട്ടി അനിതയുടെ ക്ലാസ്സിലാണ് അല്ലേ എന്നാണ് നമ്മൾ ചോദിക്കുക. അനിത അവിടെ ഉത്തമ വർഗ്ഗം. ഇപ്പൊ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കൂ, നിങ്ങൾ ഏത് ബാച്ചിലാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ജോർജിന്റെ ബാച്ചിലാണ് അല്ലെ, ശ്രീവത്സൻ. ഇവരൊക്കെ നന്നായി പഠിക്കുന്ന ബുദ്ധിജീവികളായിട്ടുള്ള ഗവേഷകരായതുകൊണ്ട് എന്നോടൊക്കെ ചോദിക്കും ശ്രീവത്സന്റെ ബാച്ചിലായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ശ്രീവത്സന്റെ ബാച്ചിലാണ് എന്ന് പറയുമ്പോൾ ശ്രീവത്സൻ അവിടെ പ്രോട്ടോടൈപ്പ് ആവുകയും ഞാനൊരു അധമ ഗണവുമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അതിൽ കാര്യമുണ്ട് താനും. അപ്പോൾ അങ്ങനെയായിരിക്കും ആളുകൾ അവരെ ഇങ്ങനെ പ്ലേസ് ചെയ്തുകൊണ്ടിരിക്കുക. ഇത് നമ്മൾ ചെയ്യുന്ന കാര്യമല്ലേ, നമ്മൾ പൊതുവെ നമ്മൾ ആലോചിക്കുന്ന കാര്യം. ഇനി നോക്കട്ടെ, നിറത്തിന്റെ കാര്യം എടുക്കുകയാണെന്ന് വെച്ചാൽ നന്നായി വെളുത്ത അല്ലെങ്കിൽ ബ്രിട്ടീഷ് ആയിട്ടുള്ള എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അതിലായിരിക്കും പിടിക്കുക, അല്ലെങ്കിൽ നന്നായി കറുത്ത എന്ന് പറഞ്ഞിട്ടൊക്കെ ആയിരിക്കും നമ്മൾ. അപ്പൊ അങ്ങനെയുള്ള ഈ കാറ്റഗറൈസേഷൻ എന്ന് പറയുന്ന ഒരു അധികാരത്തിന്റെ പ്രധാനപ്പെട്ട നക്ഷലായിട്ട്, ന്യൂക്ലിയസ് ആയിട്ട്, മർമ്മമായിട്ട് നിൽക്കുന്നു. അതുകൊണ്ടാണ് എൻ്റെ ആർഗ്യുമെന്റിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് പവർ ഒരു ദൈക്ഷണിക പ്രക്രിയയുടെ ഭാഗമാണ്. അതുകൊണ്ട് അത്
ജന്മസിദ്ധമാകില്ലേ? ആ ജന്മസിദ്ധമായ കഴിവ് സോഷ്യൽ ബന്ധങ്ങളിലേക്ക് വരുമ്പോഴല്ലേ ഫൂക്കോയെ പോലുള്ള ആളുകൾക്ക് അത് സോഷ്യൽ നെറ്റ്വർക്കിന്റെ എക്സ്പ്രഷനാണ്, ആവിഷ്കാരമാണെന്ന് പറയാൻ പറ്റുന്നത് എന്നുള്ളൊരു ആലോചനയാണ് ഞാൻ മുന്നിൽ വെക്കാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, ഇനി ഇത് ഈ പക്ഷിയുടെ വർഗം കഴിഞ്ഞിട്ട് നമ്മുടെ വേറൊരു വർഗം നമ്മൾ ചെയ്യുന്നതാണ്. നോക്കൂ നിങ്ങൾ, ജാതി വർണ്ണം. ജാതിയിൽ തന്നെ അവർണർ, സവർണർ. അവിടെ ഒരു വർണ്ണമുണ്ട്. വർണ്ണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, നിറം എന്നുള്ള ഒരു സംഗതിയാണ്. അപ്പോൾ അതിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? ചില അവർണർ, വർണ്ണമില്ലാത്തവർ, സവർണർ, നന്നായി നിറമുള്ള ആളുകൾ എന്നൊക്കെ കൊടുത്ത് കുറെ ജാതി കൊടുക്കുന്നു. ആ ജാതിയിൽ എന്തുണ്ട്? കുറേ അധികം സ്ട്രാറ്റിഫിക്കേഷൻ ഉണ്ട് എന്നർത്ഥം. സവർണരിൽ തന്നെ ഉത്തമനാര് എന്ന് നമുക്ക് പറയാൻ പറ്റും, അല്ലെ? നമ്പൂതിരിമാര് ആണ് എന്ന് സാധാരണ നമ്മൾ പറയാണ്. നമ്പൂതിരിമാർ എന്നോട് ക്ഷമിക്കുക. ആ നമ്പൂതിരിമാരിൽ തന്നെ രണ്ട് കൂട്ടരുണ്ട്, ആസ്യന്മാരും ആഠ്യന്മാരും, അല്ലേ? അതെങ്ങനെയാ നമ്മൾ തിരിച്ചറിയാ? ഇവിടുത്തെ നമ്പൂതിരിമാരല്ലാത്ത ആളുകൾക്ക് വേണേൽ എളുപ്പവഴി ഞാൻ പറയാം. പാടില്ലേ? പാട് എന്ന് പറഞ്ഞാൽ അറിയില്ലേ? പാടില്ല എന്ന് പറഞ്ഞാൽ രോഗം ഉണ്ടാകുക എന്നുള്ളതാണ്. പാടുള്ളവരൊക്കെ ആഠ്യന്മാരാണ്. നമ്പൂതിരി പാട് എന്ന് വെച്ചാൽ ആഠ്യനാണ്. എന്നാൽ നമ്പൂതിരി മാത്രമാണെങ്കിൽ ആസ്യനാണ്, ആഠ്യനേക്കാളും കുറച്ചൊരു താഴെയാണ്. ഇങ്ങനെ ക്ലാസിഫിക്കേഷൻ നമ്മൾ ചെയ്യുന്നു. മാത്രമല്ല, ആഠ്യ സമുദായത്തിൽപ്പെട്ട നമ്പൂതിരി സ്ത്രീകളും ആസ്യ വിഭാഗത്തിൽപ്പെട്ട നമ്പൂതിരി സ്ത്രീകളെയും ഒറ്റ നോട്ടത്തിൽ തന്നെ തിരിച്ചറിയാൻ പറ്റും. കാരണം അവർ അണിയുന്ന ആഭരണങ്ങൾ വ്യത്യാസമുണ്ടാവും. വ്യത്യാസമുണ്ട്. എൻ്റെ ഒരു അധ്യാപകൻ ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്ന രീതിയെ നോക്കിയിട്ട് സദ്യയാണെങ്കിൽ വിളമ്പുന്ന രീതി വെച്ച്, കഴിക്കുന്ന രീതി വെച്ചിട്ട് ജാതി പറയുമായിരുന്നു. അത്രയേറെ ഇതിനെ അറ്റാച്ച്. നമ്മുടെ ഉണ്ണുന്ന ചോറിൽ പോലെ എന്തുണ്ട്? അതുകൊണ്ടാണല്ലോ പന്തിഭോജനം എന്നുള്ളൊരു സംഗതി നല്ലതാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നത് അർത്ഥം. ഇത് ഒരു പ്രധാനപ്പെട്ട, ഇതൊക്കെ കുറേ കാര്യങ്ങളുണ്ട്. നിങ്ങൾ ഡിസ്കഷൻ വരികയാണെന്ന് ഞാൻ പറയാം. എനിക്ക് തീർക്കേണ്ടതുണ്ട്, സമയം പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് ഞാൻ അറിയുന്നുണ്ട്. ഇനി വേറെ ഒരു കോഗ്നിറ്റീവ് പ്രോസസ്സും കൂടി പറയാം. അത് ഇതാണ്. ഈ ചിത്രം ഒന്ന് ശ്രദ്ധിക്കുക. ഈ ചിത്രത്തിൽ നിങ്ങൾ കാണുന്നത് എന്ത് എന്ന് ചോദിച്ചാൽ എനിക്ക് ചുരുങ്ങിയത് 2 ഉത്തരം കിട്ടും. ഏതെങ്കിലും ഒരാള് കാണുന്ന ചിത്രം ഒന്ന് പറഞ്ഞു തന്നാൽ ഞാനും നിങ്ങൾ എന്നോടൊപ്പം ഉണ്ട് ഇപ്പോഴെങ്കിലും എന്ന് എനിക്ക് മനസ്സിലാക്കാമല്ലോ. ആ ചോദ്യത്തിന് ഉത്തരം പറയുന്ന സന്ദർഭത്തിലെങ്കിലും. ഏതാ നിങ്ങൾ കാണുന്ന ചിത്രം? ഇതാ, കനിയു കാണാ മതി. ഉറക്കെ കേൾക്കട്ടെ ഞാൻ. ഒരു വൃദ്ധനും വൃദ്ധയും. എല്ലാവരും അതാണോ കാണുന്നത്? വൃദ്ധനും വൃദ്ധയാണോ? അതിലുപരിയായിട്ട് കാണുന്നത് എന്താണ്? ഒരു ഫ്ലവർ വേസ്, അല്ലെ? ഇതെങ്ങനെ കിട്ടുന്നു? ഇതെങ്ങനെയാണ് കിട്ടുന്നത്? നിങ്ങളുടെ ശ്രദ്ധ എവിടെ പതിയുന്നു അതിനനുസരിച്ചിട്ടാണ് കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. ശ്രദ്ധ എന്ന് പറയുന്നത് ഒരു ദൈക്ഷണിക പ്രക്രിയയാണ്. ആ ശ്രദ്ധ നമുക്ക് കിട്ടുന്നത് വസ്തു പശ്ചാത്തല ബന്ധം അഥവാ ഫിഗർ ബാക്ക്ഗ്രൗണ്ട് ബന്ധത്തിൽ നിന്നാണ്. ഇപ്പൊ സൂര്യൻ എന്ന് പറഞ്ഞാൽ ഉടനെ അതിന്റെ പശ്ചാത്തലം ഏതാണ്? ആകാശം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആകാശത്തിന്റെ പശ്ചാത്തലത്തിലല്ലാതെ നമുക്ക് സൂര്യനെയോ ചന്ദ്രനെയോ മനസ്സിലാക്കാൻ പറ്റില്ല. ഇനി ഞാൻ തിരമാല എന്ന് പറഞ്ഞാൽ അതിന്റെ പശ്ചാത്തലം എന്തായിരിക്കും? നിങ്ങൾ ഒരിക്കലും പുഴ എന്ന് പറയില്ല, നിങ്ങൾ ഒരിക്കലും കിണർന്ന് പറയില്ല, നിങ്ങൾ ഒരിക്കലും അമ്പലക്കുളം എന്ന് പറയില്ല. അതിന്റെ പശ്ചാത്തലം കടൽ തന്നെയായിരിക്കും എന്നർത്ഥം. അതിന്റെ പശ്ചാത്തലം ഇത് ഒരു പശ്ചാത്തലത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് പോലെ അധികാരത്തെയും മനസ്സിലാക്കുന്നുണ്ട് എന്നർത്ഥം. എവിടെ ശ്രദ്ധിക്കണം? അതുകൊണ്ടാണ് എല്ലാ തരത്തിലും ഇപ്പൊ ഭരണകൂടങ്ങൾ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പ്രവൃത്തി എന്താണെന്ന് വെച്ചാൽ, ഭരണകൂടത്തിന്റെ പരാജയം പെടുന്ന ചില സംഗതികൾ വരുമ്പോൾ അവരെന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ ചില ബുക്ക് ഫെയറുകൾ സംഘടിപ്പിക്കും, ടൂറിസ്റ്റ് വാരാഘോഷങ്ങൾ സംഘടിപ്പിക്കും, അതുപോലെ തന്നെ മറ്റേതെങ്കിലും പ്രധാനപ്പെട്ട പൈസ ഇല്ലെങ്കിൽ പോലും ഫണ്ട് വരും, അത് വെച്ച് നടക്കും. അപ്പൊ നമ്മൾ എന്ത്, നമ്മുടെ ശ്രദ്ധ പ്രധാനപ്പെട്ട സംഗതികളിലേക്ക് മാറുകയും ഇതിന് മാധ്യമങ്ങൾക്ക് ഒരു വലിയ പങ്കുണ്ട്. എന്താ അപ്പൊ ശ്രദ്ധ എന്ന് പറയുന്നത് അത് വളരെ പ്രത്യക്ഷത്തിൽ തന്നെ അധികാരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ് എന്നാണ് പറഞ്ഞത്. ഇത് നമ്മുടെ ഒരു ദൈക്ഷണിക പ്രക്രിയ ആയിട്ടുള്ള വസ്തു പശ്ചാത്തലത്തിൽ നിന്ന് ഭാഷയിലുമുണ്ട്. ഭാഷയിലെ അർത്ഥങ്ങൾക്കൊക്കെ ഈ വസ്തു പശ്ചാത്തല ബന്ധമാണുള്ളത്. ഞാൻ പലപ്പോഴും പറഞ്ഞാണെങ്കിലും ഒരു ഉദാഹരണം പറയാം. ഇപ്പോൾ കണ്ടം എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം എന്ന് ചോദിച്ചാൽ, കണ്ടം എന്ന് പറഞ്ഞാൽ പലപ്പോഴും അത് നമ്മൾ പറയാറുള്ളത് ഒരു കണ്ടം എന്ന് പറഞ്ഞാൽ അത് ചിലർ പറയും അത് പറമ്പാണ്. അച്ഛൻ കണ്ടത്തിൽ പണിയെടുക്കുന്നു എന്ന് പറഞ്ഞാൽ അച്ഛൻ പറമ്പിൽ പണിയെടുക്കുന്നു എന്നാണ് അർത്ഥം, അല്ലെ? അതേപോലെ അച്ഛൻ ഇട്ട കണ്ടം വെച്ച കൂട്ട് എന്നതിലെ കണ്ടത്തിന് തുണിക്കഷ്ണം എന്നാണ് അർത്ഥം. ഇങ്ങനെ ഓരോ പശ്ചാത്തലം മാറുന്നതിനനുസരിച്ചിട്ട് അത് മാറുന്നു. അതുപോലെ നമുക്കങ്ങനെ ഇപ്പൊ രാമനും
ലക്ഷ്മണനും എന്ന് പറഞ്ഞാലും, അതേപോലെ തന്നെ രാമനും ശ്രീരാമനും ബലരാമനും എന്ന് പറയുമ്പോഴും അതിലെ രാമനും കൃഷ്ണനും എന്ന് പറയുമ്പോൾ വ്യത്യാസമുള്ളത് പോലെയാണ്. റിപ്പീറ്റ് ഇറ്റ്. ഇപ്പോൾ രാമനും കൃഷ്ണനും, അതിലെ രാമൻ ആരാണെന്ന് നിങ്ങൾക്കറിയാം. അതിലെ രാമൻ അല്ല, രാമനും ലക്ഷ്മണനും എന്നതിലെ രാമൻ. ഒന്നിലെ രാമൻ ശ്രീരാമനാണെന്നും മറ്റേതിലെ ബലരാമനാണെന്നും തൊട്ടു പിന്നാലെ വരുന്ന പശ്ചാത്തലം പദത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ മനസ്സിലാക്കി വെക്കുന്നില്ലേ? ഇത് തന്നെയാണ് നമ്മുടെ അധികാരത്തിലും സംഭവിക്കുന്നതെന്ന് അർത്ഥം. എന്തിനെ ശ്രദ്ധിപ്പിക്കുക, ഏത് രീതിയിൽ നമ്മൾ വ്യാഖ്യാനിച്ചെടുക്കുക. ഇത് നമ്മുടെ വ്യക്തി ജീവിതത്തിലൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മുടെ കുറ്റകൃത്യങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മൾ പോലീസുകാരെ ഭയപ്പെടുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, അവർക്ക് അവരുടെ കയ്യിൽ ലാത്തിയുള്ളത് കൊണ്ടൊന്നുമല്ല, അവർക്കൊരു നിയമം കയ്യിലോട്ട് സംശയാസ്പദമായ സാഹചര്യത്തിൽ അറസ്റ്റ് ചെയ്യാനുള്ള ഒരു ദിവസം നമ്മളെ ജയിലിൽ അടയ്ക്കാനുള്ള വകുപ്പായ ഓരോ പോലീസുകാരൻ്റെ കയ്യിലുള്ളതാണ്. ആ സംശയാസ്പദമായ സാഹചര്യമാണ് പശ്ചാത്തലം. അത് വെച്ച് അധികാരം ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഇത് വളരെ ലളിതമായ കുറേ ഉദാഹരണങ്ങൾ, വളരെ ഗാഢമായ ഉദാഹരണങ്ങൾ നമ്മൾ ഭാഷയിലൂടെ പോയാൽ ചിന്തിക്കാൻ പറ്റും. ഇതിൻ്റെ വേറൊരു സ്ലൈഡ് കൂടി കാണിക്കാം. ഇത് നോക്കൂ. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നിങ്ങൾ എന്തിൽ ശ്രദ്ധിക്കും? നിങ്ങൾ ഇതേപോലെ നേരത്തെ പറഞ്ഞതുപോലെ 2 ഉത്തരങ്ങൾ കിട്ടും ഇതിൽ. ആദ്യത്തെ ആളുകൾ കാണുന്നത് കരുക്കളാണെന്ന് തോന്നും. ഇതിലെ ചെസ്സിലെ കരുക്കളാണ്. പക്ഷേ കരുക്കളിൽ കുടുങ്ങിപ്പോയ മനുഷ്യരുണ്ട്. എന്നാൽ അത് മനുഷ്യർ മാത്രമാണ്. നമ്മൾ ഈ പറഞ്ഞ അധികാരത്തിന്റെ കരുക്കളിൽ കുടുങ്ങിപ്പോയ മനുഷ്യരാണ് എന്ന് നമുക്കൊരു ബോധം ഉണ്ടാവുന്നത് എപ്പോഴും നല്ലതാണ് എന്നർത്ഥം. അതായത് അതിൽ പരസ്പരം അഭിമുഖീകരിച്ച് നിൽക്കുന്ന 2 വ്യക്തികൾ ആയിട്ട് അത് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഈ പറഞ്ഞ ഇതായിട്ടും സാധിക്കും. അപ്പോൾ ഈ ഓരോ സംഗതിയും പശ്ചാത്തലത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ മനസ്സിലാക്കുന്നതെന്ന് പറയുന്നത്. ഇപ്പോൾ ബോർഡിൽ വന്നിട്ട് ഇങ്ങനെ ഒരു വര വരച്ചു. അതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? വര എന്ന് പറയും. കുറച്ചുകൂടി ഒരു പാണ്ഡിത്യത്തോടു കൂടി പറയുക നിങ്ങൾ ചിലപ്പോൾ രേഖ എന്ന് പറയും. ആ സംഗതിയെ ഞാൻ ഒരു വൃത്തത്തിന്റെ കേന്ദ്രത്തിൽ നിന്ന് അങ്ങോട്ട് വരച്ചാൽ നിങ്ങൾ പറയും എന്താണ്? വര എന്ന് പറയോ? രേഖ എന്ന് പറയോ? ഇല്ല, ആരം എന്നേ പറയൂ. കാരണം പശ്ചാത്തലം മാറി. ഈ രീതി ഭാഷയുടെ അർത്ഥത്തെയും അതുപോലെ തന്നെ ഭാഷയിലെ ഈ പറഞ്ഞ ഇതിലവിടെ ഞാൻ കാണിച്ചു വെച്ചിരിക്കുന്ന അത് അർത്ഥത്തെയും അധികാര സങ്കല്പങ്ങളെയും മാറുന്നത് കൊണ്ട് ഇതും ഒരു നമ്മുടെ വസ്തു പശ്ചാത്തല ബന്ധം, അതാ ശ്രദ്ധ എന്ന് പറയുന്നത്. ഈ ശ്രദ്ധ എന്ന് പറയുന്നത് കാഴ്ചയുടെ മാത്രമല്ല കേൾവിയുടെയും കൂടിയാണെന്നർത്ഥം. കേൾവിയുടെയും കൂടിയായിട്ടുള്ള ശ്രദ്ധയാണ്. പ്രത്യേകിച്ച് മാധ്യമങ്ങളെ പോലുള്ളത് കേട്ടറിവുകളാണ് കൂടുതലായിട്ട് കണ്ടറിവുകളായിട്ട് മാറ്റുന്നത് എന്നർത്ഥം. അപ്പോൾ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മുടെ പൊതു ദൈക്ഷണിക വൃത്തികളായിട്ടുള്ള സങ്കല്പനം, ജ്ഞാന, ബിംബ വ്യവസ്ഥ, അറിവ്, അധികാരം. ഇതിൽ സങ്കല്പന ഞാൻ പറഞ്ഞു അറിവാണെന്ന് പറഞ്ഞു. ഈ ജ്ഞാന ബിംബ വ്യവസ്ഥ എന്താണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അതൊരു ചെറിയ ഉദാഹരണം കൊണ്ട് പറയും. ഓരോ സങ്കല്പനം ഒരു അറിവാണ്. ഇപ്പൊ ഉദാഹരണത്തിന് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, സമയം പോയിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ഞാൻ പറയട്ടെ. യാത്ര എന്ന് പറയുന്നത് നമ്മൾ എല്ലാവരും ചെയ്താണ്. നിങ്ങൾ യാത്ര ചെയ്തിട്ടാണ് ഇവിടെ എത്തിയത്. യാത്ര ചെയ്യുക എന്ന് പറയുന്നത് വലിയൊരു കാൽപ്പനിക അർത്ഥം കൊടുക്കുന്ന സന്ദർഭത്തിൽ നമ്മൾ വീട്ടിൽ നിന്ന് കോളേജിലേക്ക് എത്തുന്നതിനെ യാത്ര എന്ന് പറയാറില്ല. അതെന്താണ്? നമ്മെ സംബന്ധിച്ചിടത്തോളം പോകലാണത്. എല്ലാ പോകലും നമ്മെ സംബന്ധിച്ച് യാത്രയല്ല. നേരെ മറിച്ച് മദ്രാസിലേക്കാണെങ്കിൽ വേണമെങ്കിൽ മദ്രാസിൽ നിന്ന് പോയി എന്നും പറയാം, മദ്രാസിലേക്ക് യാത്ര ചെയ്തു എന്നും പറയാനായിട്ട് സാധിക്കും. അതിന്റെ കോൺസെപ്റ്റ് മാറുന്നുണ്ടെങ്കിൽ പോലും ഈ എല്ലാ യാത്രയ്ക്കും എല്ലാ പോകലിനും എല്ലാ നടത്തത്തിനും എല്ലാ ഓട്ടത്തിനും ഒരു തുടക്കമുണ്ട്. പിന്നെ ഒരു പാത വേണം, അതിനൊരു ഒടുക്കമുണ്ട്, അല്ലെ? അപ്പോ തുടക്കം, പാത, ഒടുക്കം എന്ന് പറയുന്ന ഈ 3 കാര്യങ്ങൾ ചേർന്നിട്ടുള്ള ജ്ഞാന ബിംബ വ്യവസ്ഥയാണ് യാത്ര എന്ന് പറയുന്ന കോൺസെപ്റ്റിനെ ഉണ്ടാക്കി എടുക്കുന്നതെന്ന് അർത്ഥം. അതുപോലെ തന്നെ പൂച്ച എന്ന് പറയുന്നതും നായ എന്ന് നമ്മൾ പറയുന്നതും വ്യത്യാസപ്പെടുത്തുന്നതിന് അതിൻ്റെ ചില ഫീച്ചേഴ്സ് വെച്ചുകൊണ്ടുള്ള സങ്കല്പനങ്ങൾ വരുമ്പോഴാണ് എന്ന് നമ്മൾ. അതേപോലെ കഴുതയെയും കുതിരയെയും നമ്മൾ മാറ്റിവെക്കുന്നത്. കഴുതയുടെ എല്ലാ സ്വഭാവങ്ങളും കുതിരയ്ക്കുണ്ടെങ്കിലും ആ കുതിരയുടെ വേഗത അല്ലെങ്കിൽ അതിൻ്റെ ആകൃതി എന്നുള്ളൊരു അംശം വെച്ചുകൊണ്ട് അതിനെ മാറ്റി നിർത്തുന്നതൊക്കെ വ്യത്യസ്തമായ സങ്കല്പനങ്ങൾ രൂപപ്പെടുത്തുന്നതിനെയാണ് ജ്ഞാനബിംബം. അപ്പോൾ ഏതറിവിനും ഇത്തരത്തിലുള്ള ചേരുവകൾ ഉണ്ട് എന്നർത്ഥം. ആ ചേരുവകളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ അധികാര സങ്കല്പനത്തെ മനസ്സിലാക്കി വെക്കുന്നതെന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന അർത്ഥം. സമയം ഞാൻ കുറച്ച് സ്ലൈഡ്സ് മിസ് ചെയ്യാം, സമയത്തിൻ്റെ ഒരു ഇതുള്ളത് കൊണ്ട്. ചോംസ്കിയിലേക്ക് വേണേൽ നമുക്ക് എത്താം.
അതിനോടൊപ്പം ഭാഷയിലെ ഒരു ചെറിയ അധികാര സംഗതികൾ കൂടി പറഞ്ഞുകൊണ്ട് അടുത്തതിൽ പോയിട്ട് ഞാൻ നിർത്താം. ആ നിർത്താം എന്ന് പറയുമ്പോൾ ഒരു സുഖമൊക്കെ തോന്നുന്നുണ്ട് അല്ലേ? പിന്നെ നമ്മുടെ ഒരു വ്യവഹാര കേന്ദ്രം, നമ്മൾ നേരത്തെ ഫസ്റ്റ് കണ്ട ഒരു സ്ലൈഡ് ഉണ്ടല്ലോ, ആ സ്ലൈഡിൽ ചോദിക്കുന്നത് നീ ഞാൻ എന്നുള്ളത് വരുന്നുണ്ട്. രണ്ടാമത്തെ സ്ലൈഡിലും നീ വരുന്നുണ്ട്, മൂന്നാമത്തെ സ്ലൈഡിലും നീ വരുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ ഒരു ആശയവിനിമയം നടക്കണമെങ്കിൽ അതിൽ പറയുന്ന ഒരാളുണ്ടായിരിക്കണം, വക്താവ് എന്ന് നമ്മൾ പറയും. കേൾക്കാൻ ഒരാളുണ്ടായിരിക്കണം, ശ്രോതാവ്. നമുക്ക് പറയാനായിട്ടുള്ള കുറേ കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. ഇതിനെ വ്യാകരണം എന്താണെന്ന് പറയുന്നു. പറയുന്ന ആള് വേണമെങ്കിൽ നമുക്ക് വക്താവ്, ശ്രോതാവ് എന്ന് പറയും. ഇതിനെ വ്യാകരണപരമായിട്ട് നോക്കുകയാണെങ്കിൽ ഞാനാണിപ്പോൾ പറയുന്നതിന് എന്നെ ഉത്തമ പുരുഷൻ എന്ന് പറയും. ഞാൻ ആരോടാണോ പറയുന്നത് അത് നിങ്ങളായിരിക്കും, അവരെ മധ്യമ പുരുഷൻ എന്ന് പറയും. മറ്റേത് പുറത്തുള്ള അവൻ, അവൾ, അത്, അവർ, അതൊക്കെ പ്രഥമ പുരുഷനാണ്. അപ്പോൾ നമ്മുടെ വ്യാകരണാടിസ്ഥാനത്തിൽ പറഞ്ഞാൽ ഓരോ വ്യവഹാരവും ഉത്തമ പുരുഷൻ മധ്യമ പുരുഷനോട് പ്രഥമ പുരുഷനെ കുറിച്ചുള്ള സംസാരമാണെന്ന് പറയാൻ പറ്റും. ഇങ്ങനെ പുരുഷന്മാരൊക്കെ ശരീരമാവണമെങ്കിൽ ഞാനാകുന്ന ശരീരം, നിങ്ങളാകുന്ന ശരീരം, മറ്റു ശരീരങ്ങളെ കുറിച്ചുള്ള പറയുന്ന കാര്യങ്ങളാണ് നടത്തുക. അപ്പൊ ശരീരാധിഷ്ഠിതമാണെന്ന് ഒരു ചെറിയ എക്സാമ്പിൾ ഉപയോഗിച്ച് ശരീരവുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് ഞാൻ പറയാം. ഇപ്പൊ ഉദാഹരണം പിന്നെ തരിക, കൊടുക്കുക, അല്ലെങ്കിൽ തരിക, കൊടുക്കുക എന്നുള്ള രണ്ട് തമിഴിലായാലും വ്യാവർത്തന ശേഷിയില്ല. നമ്മളത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്ദുലേഖയ്ക്ക് പുസ്തകം കൊടുത്തു എന്ന് പറയുന്നു, എനിക്ക് ഇന്ദുലേഖ പുസ്തകം തന്നു എന്നാണ് പറയുന്നത്. വൺ ഈസ് എവേ ഫ്രം ദി ബോഡി, അനദർ വൺ ഈസ് ടു ദി ബോഡി എന്നാണ് അർത്ഥം. എങ്ങനെയാ? ഞാൻ ഇന്ദുലേഖയ്ക്ക് പുസ്തകം കൊടുത്തു എന്ന് പറയുമ്പോൾ എൻ്റെ ശരീരത്തിൽ നിന്ന് മറ്റൊരു ശരീരത്തിലേക്കാണ് അത് പോകുന്നത്. എനിക്ക് പുസ്തകം തന്നു എന്ന് പറയുമ്പോൾ ആ ശരീരം എനിക്ക് തരികയാണ്. ടേക്ക്, അതായത് ടു ദി ബോഡി ആൻഡ് അവേ ഫ്രം ദി ബോഡി എന്ന് പറയുന്ന കോൺസെപ്റ്റ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ശരീരാധിഷ്ഠിതമായിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ട് എന്നർത്ഥം. എന്തിനധികം പറയുന്നു? ഈ അളവ് എന്ന് പറയുന്നത് വളരെ അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. വളരെ അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള അളവ് എന്ന് വെച്ചാൽ ഈ അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള കാര്യത്തെ കോൺക്രീറ്റ് ആകാൻ സഹായിക്കുന്നത് നമ്മുടെ ശരീരം ആണ് എന്നർത്ഥം. അത് എങ്ങനെയാണ്? നമ്മുടെ ഒരു നുള്ള് ഉപ്പ്, നുള്ള്, പിഞ്ച് എന്ന് ഇംഗ്ലീഷിൽ പറയും. ഒരു പിടി അരി, അരക്കാതം മുല്ല എന്നൊക്കെ പറയുമ്പോൾ അരയോളം വെള്ളം, കാലോളം വെള്ളം, ഇങ്ങനെ പറഞ്ഞ് നമ്മുടെ ശരീരം തന്നെ അളവുപോലാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അങ്ങനെ പലതും ഭാഷയിലുണ്ട്, അത് ഞാൻ എഴുതിയിട്ടുണ്ട്. അത് ഞാനിപ്പോൾ പറയാൻ ഉദ്ദേശിച്ചത് സർവ്വനാമങ്ങളിലേക്ക് വരികയാണെങ്കിൽ ഇപ്പോൾ പുരുഷന്മാരുടെ കാര്യം ഞാൻ പറഞ്ഞു, ഉത്തമ പുരുഷൻ, മധ്യമ പുരുഷൻ, പ്രഥമ പുരുഷൻ. ഇവ ഒരു തരത്തിലുള്ള യഥാർത്ഥത്തിൽ ഭാഷയുടെ കോർ എന്ന് പറയുന്നത്, ഭാഷയുടെ കേന്ദ്രം എന്ന് പറയുന്നത്, ഒരു പക്ഷേ ഭാഷയുടെ ഉദ്ഭവ കേന്ദ്രം എന്നൊക്കെ പറയാവുന്ന വ്യാകരണ പ്രത്യയങ്ങൾ ഈ സർവനാമങ്ങളായിരിക്കണം. അതുകൊണ്ട് നമുക്ക് സർവനാമങ്ങളെ ഭാഷയുടെ സമൂഹത്തിലേക്ക് തുറന്നു വെച്ച വാതിലുകൾ എന്ന് വിളിക്കാൻ പറ്റും. അതോടൊപ്പം തന്നെ ശരീരത്തിലേക്ക് തുറന്നു വെച്ച വാതിലൂടെയാണ് സർവനാമങ്ങൾ എന്ന് പറയാനായിട്ട് സാധിക്കും. അതുകൊണ്ടായിരിക്കും ചില പണ്ഡിതന്മാർ സർവനാമങ്ങളെ ഗോത്രചിഹ്നങ്ങൾ എന്ന് പറയുന്നത്. അത് തരത്തിൽ വേണുസാറിന്റെ ഭാഷയിൽ പറഞ്ഞാൽ അതൊരു പക്ഷേ സംസാരിക്കുന്ന ജീവിവംശത്തിന്റെ ചിഹ്നങ്ങളായിരിക്കാൻ സാധ്യതയുണ്ട് സർവനാമങ്ങൾ. കാരണം സർവനാമങ്ങൾ ഇല്ലെങ്കിൽ നമുക്ക് സംസാരിക്കാനായിട്ട് സാധിക്കുകയില്ല. നമുക്ക് അങ്ങനെ കാരണം നമുക്ക് സംസാരിക്കണമെങ്കിൽ എന്ത് വേണം? ഒരു ശ്രോതാവ് വേണം. അത് നമ്മൾ അപരവൽക്കരിക്കുമ്പോൾ അതിൽ അധികാരം വരുന്നു. ഞാനും നിങ്ങളും എന്ന് പറയുമ്പോൾ അതിൽ എന്തില്ല? മറ്റുള്ളവരില്ല. ഞങ്ങൾ എന്ന് പറയുമ്പോൾ അതിൽ മറ്റുള്ളവരില്ല. അപ്പോൾ അവരെ ഞങ്ങൾ ഇന്ന് സിനിമയ്ക്ക് പോകുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങളെ വിളിക്കുന്നില്ല എന്നുള്ള അർത്ഥം കൂടി, നിങ്ങൾ വരണ്ട എന്നുള്ളൊരു അർത്ഥം കൂടി ആ സർവനാമത്തിൽ നിന്ന് നമ്മൾ പ്രതികരിക്കും. എന്നാൽ നമ്മൾ പറയുന്നു നമ്മൾ സിനിമയ്ക്ക് പോകുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാവരും ആണ് പോകുന്നത് എന്നർത്ഥം. ഈ സർവനാമങ്ങളെ കുറിച്ച് നല്ല ധാരണയുണ്ടെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാരും കാമുകന്മാരും വലിയ അംഗമൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. കാരണം ഭർത്താവ് ചെയ്യുന്ന ഒരു കുറ്റത്തെ ഭാര്യയ്ക്ക് പല രീതിയിൽ പറയാം. നേരെ ഷാർപ്പായി കുറ്റപ്പെടുത്തും. നിങ്ങളാണ് ആ തെറ്റ് ചെയ്തത്, നിങ്ങളെ അത് ചെയ്യുള്ളൂ എന്ന് പറയാം നമുക്ക്. അപ്പോൾ അയാൾ പ്രതിയായി എന്ന് പറയുന്നു. ഇതേ സമയത്ത് തന്നെ വളരെയധികം തന്മയത്തോട് കൂടിയിട്ട്, ഒരു ജനാധിപത്യത്തോട് കൂടിയിട്ട് നമുക്ക് എങ്ങനെ പറയാം, ആർക്കും തെറ്റുപറ്റാമല്ലോ, നമുക്കല്ലേ തെറ്റുപറ്റിയത് എന്ന് പറയുന്ന സമയത്ത് അയാൾക്ക് അത്ര ഫീൽ ചെയ്യുന്നില്ല എന്നർത്ഥം. നമുക്കല്ലേ തെറ്റുപറ്റിയെന്ന് വെച്ചാൽ തെറ്റ് ഇയാൾ ഭാര്യ ചെയ്തിട്ടില്ല, ഭർത്താവ് തന്നെയാണ് ചെയ്തത്. പക്ഷെ തെറ്റായിട്ട് അവിടെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അത് പറയുന്ന രീതിയിൽ അധികാരത്തെ നമ്മുടെ സോളിഡാരിറ്റി ആയിട്ട് പ്രഖ്യാപിക്കുകയാണ്.
അത് ഒരു ആശയൈക്യമായിട്ട് പ്രഖ്യാപിച്ചു കൊണ്ടുപോകും. ഇതാണ് അധ്യാപകൻ വിദ്യാർത്ഥികളോട് ചെയ്യേണ്ട ഒരു സംഗതി. അതിൻ്റെ ഒരു സോളിഡാരിറ്റിയുടെ ഒരു ഭാഷയാണ് അധികാര വിമുക്തമായിട്ടുള്ള ഭാഷ. അതാണ് ഇൻക്ലൂസീവ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. അതിനെയാണ് നമ്മൾ എല്ലാവരെയും ചേർത്ത് നിൽക്കുന്ന ലാംഗ്വേജ് എന്ന്. അപ്പോൾ എല്ലാവരെയും ചേർത്ത് നിൽക്കണമെങ്കിൽ നമ്മൾ ബാലപാഠം അഭ്യസിക്കേണ്ടത് സർവനാമങ്ങളുടെ പ്രയോഗത്തിൽ നിന്ന് തന്നെയാണെന്നാണ് അർത്ഥം. അതുകൊണ്ടാണ് നിയമസഭയിൽ സ്പീക്കറെ എപ്പോഴും അങ്ങ് പറഞ്ഞതുപോലെ അങ്ങെന്ന് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ നാടുവാഴുന്ന കാലഘട്ടത്തിലാണോ എന്ന് തോന്നിപ്പോകുന്നത് എന്നാണ് അർത്ഥം. അതുകൊണ്ട് തന്നെ എൻ്റെ വിദ്യാർത്ഥികളെയും ഞാൻ എൻ്റെ പേര് വിളിക്കണം എന്നാണ് പറയാറുള്ളത്. എൻ്റെ പേരിനോടൊപ്പം തന്നെ ആ ടോജിനൊക്കെ അറിയാൻ പറ്റും. ഗിരീഷ് സാർ, ഗിരീഷ് മാസ്റ്റർ എന്ന് പറയുന്നത് എനിക്ക് ഇഷ്ടമല്ല. കാരണം എൻ്റെ പേരിനോടൊപ്പം അതില്ല. അത് നിങ്ങൾ ബഹുമാനം കാണിക്കേണ്ട ഒരു സംഗതിയായിട്ട് സാമൂഹിക ഒരു നിർണയ രീതിയാണ്. അതിൻ്റെ ആവശ്യമില്ല. വേണമെങ്കിൽ ഡോക്ടർ ഉണ്ടെങ്കിൽ ഡോക്ടർ, പ്രൊഫസർ ഉണ്ടെങ്കിൽ പ്രൊഫസർ ചേർക്കാം. അതും ഒരു തരത്തിൽ അധികാരത്തെ നിർണ്ണയിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ സത്യം ആണ് എന്നർത്ഥം. ഇങ്ങനെ ചില പ്രവർത്തനങ്ങൾ നമ്മൾ ഭാഷയിൽ എന്ന് വിളിക്കാം. എൻ്റെ മകൻ ചെറുപ്പം മുതൽ എന്നെ താൻ നീ എന്നൊക്കെ പറയാറുണ്ട്. അത് മനഃപൂർവ്വം ഞാൻ തിരുത്തിയിട്ടില്ല. കാരണം എന്താ വെച്ചാൽ എൻ്റെ ഒരു ഈഗോ ഉണ്ടല്ലോ, അച്ഛൻ എന്ന പുരുഷൻ എന്നുള്ള ഈഗോ, അതെങ്ങനെയാണ് കുട്ടി തകർക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് തന്നെ അവൻ തകർത്തത് കൊണ്ട് എൻ്റെ വിദ്യാർത്ഥികൾ നിങ്ങൾ നീ എന്ന് പറഞ്ഞാൽ എനിക്ക് അതൊരു പ്രശ്നമായി തോന്നാറേ ഇല്ല. കാരണം അതൊരു കമ്മ്യൂണിക്കേഷൻ മോഡലായിട്ടാണ് ഞാൻ ചെയ്യുക. പക്ഷേ എൻ്റെ സുഹൃത്തുക്കൾക്ക് അത് മോശമായി തീരണം. എന്തുകൊണ്ടാണ് തെക്ക് നിന്ന് വരുന്നവർ വടക്ക് നിന്നുള്ള ആളുകൾ അച്ഛന്മാരെയും മറ്റു ആളുകളെ നിങ്ങൾ എന്ന് പറയുമ്പോൾ അവർക്ക് വേദനിക്കുന്നതിന്റെ കാര്യം അതിലൊരു തരത്തിൽ തടഞ്ഞു നിർത്താനായിട്ട് ശ്രമിക്കുന്നത് എന്നർത്ഥം. ഈ രീതിയിൽ പലതും തന്നെ ശരീരവും അധികാര ഘടനയുമായിട്ടുള്ള ബന്ധം ഉണ്ട് എന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് അർത്ഥം. ഇതിൽ ചലനമുണ്ട്, അതിനെക്കുറിച്ചൊക്കെ എഴുതിയിട്ടുണ്ട്. എനിക്കറിയാം നിങ്ങൾ ക്ഷീണിച്ചു, നിങ്ങളെക്കാൾ അധികം ഞാനും ക്ഷീണിച്ചു എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിലും എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരു സ്ലൈഡിലേക്ക് ഒതുക്കുകയാണെങ്കിൽ മുൻപിൻ ഞാൻ പറഞ്ഞല്ലോ ബാക്ക്വേർഡ്, ഇതൊക്കെ അതിൽ ഞാൻ മുൻപേ സൂചിപ്പിച്ചതാണ്. ഈ സ്മരണ, മറവി, ശ്രദ്ധ, ഇത് അധികാരത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട, അന്ന് കൾച്ചറൽ സ്റ്റഡീസിൽ ഏറ്റവും കൂടുതൽ മറവി പഠനങ്ങൾ സ്മരണകളെ കുറിച്ചിട്ടുള്ള, ചരിത്രത്തിൽ നിന്നല്ല, കാണുന്നില്ല ഒരു അക്ഷരവും എന്നൊക്കെ പറയുന്ന മറവിയുടേതാണെന്ന് നമുക്കറിയാം. ഈ രീതിയിൽ പലതും നമ്മൾ ഇതിൻ്റെതായിട്ട് പഠിക്കുന്നുണ്ട്. മാത്രമല്ല ഞാൻ വേറെ ഒരു പരീക്ഷണം കൂടി നടത്തിയിട്ടുണ്ട്. അത് സമയമില്ലാത്തതുകൊണ്ട് സ്കിപ്പ് ചെയ്യാന്നാണ് ചോദിക്കുന്നത്. ചിന്താ നിയന്ത്രണം അഥവാ തോട്ട് കൺട്രോളിനെ കുറിച്ചിട്ട് മാധ്യമങ്ങളും ജനാധിപത്യവും എപ്രകാരമാണ് അധികാര വ്യവസ്ഥ സാമാന്യ ജനങ്ങളിൽ ഉണ്ടാക്കുന്നതിനെ കുറിച്ചിട്ട് നെസസിറ്റി ആൻഡ് ഇല്യൂഷൻ എന്നുള്ള പുസ്തകത്തിൽ നോം ചോംസ്കി പറയുന്നുണ്ട്. അത് വളരെ ശ്രദ്ധയോടുകൂടി നമ്മൾ വായിച്ചു നോക്കിയാൽ സാമൂഹിക അധികാരത്തെക്കുറിച്ച്, ജനാധിപത്യം കശാപ്പ് ചെയ്യപ്പെടുന്ന അധികാര മാതൃകകളെ കുറിച്ചിട്ട് പറയാൻ വേണ്ടി ചോംസ്കി ഉപയോഗിച്ചിരിക്കുന്ന പ്രധാന സംഗതി ദൈക്ഷണികത എന്ന് പറയുന്ന ബലം ആണ്. ഫോഴ്സിനെ കുറിച്ചിട്ടാണ്. ഫോഴ്സ് എന്ന് പറയുന്നത് ആകർഷണം, വികർഷണം, നിയന്ത്രണം എന്ന് പറയുന്ന സംഗതികളാണ്. ബലം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. നമ്മുടെ സൗന്ദര്യത്തെക്കുറിച്ചൊക്കെ നമ്മൾ പറയുന്ന സന്ദർഭത്തിൽ വളരെ മാതകയായിട്ടുള്ള ഒരു സുന്ദരിയെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ സെക്സ് ബോംബ് എന്നാണ് പറയുക. സെക്സ് ബോംബ്, പൊട്ടിത്തെറി എന്ന് പറയുന്നു അല്ലെ. വലിയ മനോഹരമായിട്ടുള്ള ചില പ്രകടനങ്ങളെ കുറിച്ചിട്ട് തീപിടർത്തിയ എന്നൊക്കെ പറയുന്ന രീതിയിൽ ബലം വളരെ ശക്തിയായി തിരിച്ചടിച്ചു എന്നൊക്കെ നിയമസഭയിൽ പറയുന്നത് ഈ ഫോഴ്സിന്റെ ഡിസൈൻ. അതേ ഫോഴ്സ് തന്നെയാണ് അദ്ദേഹം ഇവിടെ ഉപയോഗിച്ചത്. സമയക്കുറവ് കൊണ്ട് ഞാനത് വിശദീകരിക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെ ചോംസ്കി ചിന്താ നിയന്ത്രണം എന്നുള്ളത് വരുന്ന അദ്ദേഹം ശ്രദ്ധ, സ്മരണ, അതേപോലെ തന്നെയുള്ള ബലം എന്നീ തന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇത് വായിച്ചെടുക്കുക എന്നാണ് എൻ്റെ ഒരു വായന എന്ന് പറയാൻ ഉദ്ദേശിക്കുന്നു. അപ്പോൾ ഇതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ചിന്താ നിയന്ത്രണത്തെ കുറിച്ചുള്ള തോട്ട് കൺട്രോളിനെ കുറിച്ച്, അതേപോലെ അതിലൊരു അരിപ്പ സിദ്ധാന്തത്തെ കുറിച്ചിട്ടും അദ്ദേഹം അതിൽ തന്നെ പറയുന്നുണ്ട്. മാധ്യമങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ശ്രദ്ധ വളരെ എന്തിൽ ശ്രദ്ധ തിരിച്ചിട്ടാണ് നമ്മളെ നിലനിർത്തിയത് നമുക്ക് വളരെ പ്രത്യക്ഷമാണ്. അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ ഒന്നും പറയേണ്ട ആവശ്യം ഇല്ല എന്ന് അർത്ഥം. അപ്പോൾ ചിന്താ നിയന്ത്രണത്തെക്കുറിച്ചുള്ള ചോംസ്കിയുടെ പരികല്പനകളെല്ലാം തന്നെ ബലം, ശ്രദ്ധ എഴുതിപ്പോയിട്ടുള്ളത് തെറ്റാണ്. വർഗീകരണം, വീക്ഷണം എന്നീ ദൈക്ഷണിക വൃത്തികളിലാണ് നിലനിൽക്കുന്നതെന്ന് കാണാം എന്ന് അത്. അപ്പോൾ ഈ ചുരുക്കി പറഞ്ഞാൽ ഉടലറിവ് എപ്രകാരമാണ് അധികാര വിനിമയം നടത്തുന്നതെന്നും അത് ഭാഷയിൽ ആവിഷ്കരിക്കപ്പെടുന്നത് എങ്ങനെയാണെന്നും പരിശോധിക്കുകയായിരുന്നു ഇവിടെ ചെയ്തിരിക്കുന്നത്. പഠനം എന്നൊക്കെ വെറുതെ പറഞ്ഞതാണ്, പഠനം എന്നല്ല. അധികാരം ദൈക്ഷണിക വൃത്തികളുടെ ആവിഷ്കാരമായതിനാൽ അധികാരം ജന്മസിദ്ധമാണെന്ന് കണ്ടെത്തുവാനാകാം എന്നുള്ള ഒരു ആർഗ്യുമെന്റ് വെച്ചുകൊണ്ട് ഞാൻ ഇത് നിങ്ങളുടെ മുമ്പിൽ ചർച്ചയ്ക്ക് തുറന്നു വെക്കുകയാണ്. ഇത്രയും നേരം എൻ്റെ അധികാരം ഞാൻ പ്രയോഗിക്കുകയും നിങ്ങൾ അത് വിധേയത്വത്തോടു കൂടിയിട്ട് ഇരിക്കുകയും ചെയ്തതിൽ
എൻ്റെയും നിങ്ങളുടെയും ഉടലറിവിൻ്റെ മഹത്വമാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തട്ടെ. ഇതിന് അവസരം തന്ന എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഈ കയ്യടിയാണ് വീരാരാധനയുടെ ഒരു വളരെ 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 വിദൂരമായിട്ടുള്ള ഒരു എനിമിറ്റി എന്നുകൂടി പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. നന്ദി. ഞാൻ അധികാര ജന്മസിദ്ധമാണ് എന്നുള്ള ഒരു ആർഗ്യുമെന്റ് അവതരിപ്പിക്കാനാണ്. അത് ഓൺലി എൻ ആർഗ്യുമെന്റ്, എൻ്റെ ഒരു ഹൈപ്പോത്തിസിസ് മാത്രമാണ്. അപ്പോൾ അത് ദൈക്ഷണിക വൃത്തിയുടെ ഭാഗമായിട്ടാണ് പറഞ്ഞത്. ഇപ്പോൾ നേരത്തെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ നമ്മൾ പഴയ തരത്തിലുള്ള അധികാര വ്യവസ്ഥയിലേക്ക് പോകുകയാണോ എന്നല്ലേ ചോദ്യത്തിൻ്റെ അർത്ഥം. അത് വളരെ സിംബോളിക്കായിട്ട് നമ്മൾ അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ജാതിയുടെ പേര് വിളിച്ചിട്ട് നമുക്കിപ്പോൾ അധിക്ഷേപിക്കാൻ പറ്റില്ല, പക്ഷേ അതിന് വളരെ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള വഴികൾ നമ്മൾക്ക് ഉണ്ട് വേർതിരിക്കാൻ എന്നുള്ളതാണ്. ഇവിടെ അധ്യാപക വിദ്യാർത്ഥികളുടെ അവർക്ക് ഓരോരുത്തർക്കും ഓരോ അനുഭവങ്ങൾ പറയാനുണ്ട്. ഇപ്പം ഞാൻ ഒരു എക്സാമ്പിൾ പറയട്ടെ. അതൊരു ബുക്കിഷ് ആയിട്ടുള്ള എക്സാമ്പിളാണ്, നിങ്ങൾ ക്ഷമിക്കുക. ഇപ്പോൾ മിഷ ഈശ്വൽ എന്ന് പറയുന്ന ഒരു ബ്രിട്ടീഷ് ഓതർ സോഷ്യോളജിസ്റ്റ് ആണ്. അവർ ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിൽ ഒരു പഠനം നടത്തിയിരുന്നു. ഹൈദരാബാദ് യൂണിവേഴ്സിറ്റി നമ്മളുടെ ഇന്ത്യൻ യൂണിവേഴ്സിറ്റികളിൽ ജനാധിപത്യ ബോധം വെമുലയുടെ കാലത്തിന് മുമ്പ് വരെയുള്ള എന്ന് പറയണമല്ലോ, ജനാധിപത്യത്തിന്റെ ഒരു വലിയ ഒരു തുറസായ ഇടം എന്നാണ് നമ്മൾ പറയാറുള്ളത്. ഭാഷയുടെ അടിസ്ഥാനത്തിൽ രൂപീകൃതമായിട്ടുള്ള ആദ്യത്തെ സംസ്ഥാനമാണ് ആന്ധ്ര എന്നും നമുക്കറിയാം. അത് തന്നെ പിന്നീട് രണ്ടായിത്തീരുകയും തെലുങ്കാന ആന്ധ്ര എന്നായിട്ട് മാറിത്തീരുകയും ചെയ്തു. ഒരു ഭാഷയാണ്, ഒരേ ഭാഷാവാസികൾ, അവർക്ക് ഭാഷാ ദേവതയുണ്ട്. അത് രണ്ടു കൂട്ടർക്കും ഒന്ന് തന്നെയാണ്. അപ്പോൾ അതിനെ ഇവർ കണ്ടെത്തുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇക്കണോമിക്സുകളൊക്കെ പറഞ്ഞിരുന്നത് അത് ഡെവലപ്മെന്റിന്റെ അഭാവകതയാണ്. തെലുങ്കാന പ്രദേശത്ത് വളരെ ഡെവലപ്മെന്റ് കുറവാണ്. ഡെവലപ്മെന്റ് മാത്രമല്ല, ഗോദാവരിയുടെ ബെൽറ്റ് എന്ന് പറയുന്ന ബ്രാഹ്മിൻ ബെൽറ്റാണ്. അതിൻ്റെ അങ്ങോട്ടേക്ക് പോകുന്നതൊക്കെ തന്നെ ബ്രാഹ്മണേതരായിട്ടുള്ള ദളിത് വിഭാഗം ഉള്ള സ്ഥലമാണ്. അപ്പോൾ ഈ ദളിത് വിഭാഗത്തിന് ഇപ്പുറത്തേക്ക് ആന്ധ്ര പോലുള്ള പ്രദേശങ്ങളിലേക്ക് വരുന്ന സന്ദർഭത്തിൽ അവരുടെ സംസാര ഭാഷ തന്നെ വളരെ മോശമാണെന്നുള്ളൊരു തോന്നലുണ്ടാക്കുന്നു. മറ്റേത് ഐലി സാൻസ്ക്രിറ്റ് ആയിട്ടുള്ള ഒരു തെലുങ്ക്. അപ്പോൾ നമുക്കറിയാം ഇന്ത്യൻ ഭാഷകളിൽ ഏറ്റവും കൂടുതൽ സാൻസ്ക്രിറ്റ് ചെയ്തിട്ടുള്ള ഭാഷ തെലുങ്കാണ്. തെലുങ്കിന് മറ്റൊരു പ്രത്യേകതയുണ്ട്. തെലുങ്ക് ഏറ്റവും മ്യൂസിക്കലായിട്ടുള്ള, ഏറ്റവും സംഗീതാത്മകമായിട്ടുള്ള ഭാഷ തെലുങ്കാണെന്ന് പറയും. അതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, തെലുങ്കിലെ എല്ലാ ശബ്ദങ്ങളും സ്വരത്തിൽ അവസാനിക്കുന്നു എന്നുള്ളതാണ്. നമുക്ക് ചില സ്വരത്തിലാണ്, അത് പോട്ടെ. അപ്പോൾ അതിലെ ഒരു PhD ചെയ്യുന്ന, ബോട്ടണി ലാബിൽ വെച്ച് PhD ചെയ്യുന്ന ഈ പറയുന്ന ഒരു ദളിതായിട്ടുള്ള ഒരു പെൺകുട്ടി പ്രൊഫസർ ലാബിലേക്ക് വന്ന് ഒരു ചെടി എടുത്ത് കാണിച്ചു. ചെടിക്ക് എന്താണ് പറയാന്ന് ചോദിച്ചു. ഉടനെ തന്നെ ആ പെൺകുട്ടി വളരെ നിഷ്കളങ്കമായി അവളുടെ പ്രദേശത്തിലെ പേര് പറഞ്ഞപ്പോൾ പ്രൊഫസർ അടക്കം ആളുകൾ ചിരിക്കുകയും അവരുടെ കളിയാക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ഇത് നിസ്സാരകര. ആ കുട്ടി പറഞ്ഞത് ആ ദളിത് സമുദായത്തിൽ നിന്ന് വരുന്ന ഒരു പെൺകുട്ടിയായിരുന്നു. അവളുടെ വീട്ടിൽ അതിന് പറഞ്ഞിരുന്ന ഒരു പദമാണ് ഉപയോഗിച്ചത്. അത് കേട്ടപ്പോൾ ചിരിക്കുകയും കളിയാക്കുകയും അവൾ ഒരു അപരിഷ്കൃത എന്നുള്ള രീതിയിൽ പെരുമാറുകയും. ഇത് ഈ കുട്ടി മാത്രമല്ല, പല ആളുകളും യൂണിവേഴ്സിറ്റി തലത്തിൻ്റെ ഇങ്ങനെയാണെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളിൽ അങ്ങനെയല്ലല്ലോ. ആ രീതിയിൽ ഭാഷാ വിവേചനം നേരിടുന്ന പ്രദേശം കൂടി ആയതുകൊണ്ട് തെലുങ്കാനയുടെയും അതേപോലെ തന്നെ ആന്ധ്രയുടെയും വിഭജനത്തിന് പിന്നിൽ ഭാഷയ്ക്ക് വലിയ ഒരു അടിസ്ഥാനമുണ്ട് എന്നാണ് ഇവരുടെ പഠനം വ്യക്തമാക്കുന്നത്. ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത്, ജാതി പോയിട്ട് ഇവിടെ ഭാഷ കൊണ്ട് പരിഹസിക്കാണ്. അങ്ങനെ കുറെ കൂടി സൊഫോസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യം. എന്തിനധികം പറയുന്നു, ഞാൻ നിങ്ങളോട് ചോദിക്കും, നിങ്ങൾക്ക് കാറുണ്ടോ എന്ന് ഞാൻ ചോദിക്കുന്നു. ഇപ്പോൾ ഞാൻ അതല്ല ചോദിക്കാം, ഏത് കാറാണെന്നാണ് ഏത് ബ്രാൻഡാണെന്നാണ് ഞാൻ ചോദിക്കുന്നത്, അല്ലേ? നിങ്ങൾക്ക് എനിക്ക് കാറും ഇല്ല കാർഡും ഇല്ല, ഞാൻ കാറും കാർഡും ഇല്ലാത്ത പ്രൊഫസറാണ്. അതുകൊണ്ട് എനിക്ക് കാറിൻ്റെ ബ്രാൻഡുകളൊന്നും അറിയില്ല. എങ്കിൽ പോലും അതിന് ബ്രാൻഡുണ്ട് എന്നറിയാം. നമുക്കറിയാം, ലംബോർഗിനിയോ എന്തോ സംതിങ് ലൈക്ക് ദാറ്റ്. അത് വരുന്ന സന്ദർഭത്തിൽ അത് വലിയൊരു പ്രസ്റ്റീജിയസ് ഇഷ്യൂവിൻ്റെ ഇതായിത്തീരുന്നു. കേരളത്തിൽ 2 കാറുകൾ പിടിച്ചു. ആ കാറുകൾ എന്തുകൊണ്ടാണ് ആളുകൾ വാങ്ങാൻ ഉദ്ദേശിച്ചത്? ഇറ്റ്സ് എ പ്രസ്റ്റീജിയസ് പ്രോപ്പർട്ടി. അത് ആരെങ്കിലും ഓൺ ചെയ്യുമ്പോൾ, സ്വന്തമാക്കുമ്പോൾ സമൂഹത്തിൽ കിട്ടുന്ന സ്റ്റാറ്റസ് ആണ്. ആ രീതിയിൽ പല സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള മാധ്യമം, നിങ്ങൾ ഉപയോഗിക്കുന്ന ഫോണിന്റെ ബ്രാൻഡ് നോക്കും, അതനുസരിച്ച് ക്ലാസ്സിനെ നമുക്ക് തിരികെ. നിങ്ങളിടുന്ന ഷർട്ടിന്റെ ബ്രാൻഡ് നോക്കും. ഇങ്ങനെ പലതരത്തിലുള്ള ക്ലാസിഫിക്കേഷൻ വളരെ സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള മേഖലയിൽ അത് നിങ്ങളോട് പറയാതെ തന്നെ, ഓ നിങ്ങൾ ഉപയോഗിക്കുന്ന ഷർട്ട് ഇതാണ്, അതുകൊണ്ട് നിങ്ങളുടെ ഒരു സാമ്പത്തിക നിലവാരം, നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് മനസ്സിലാക്കാം എന്നുള്ള ഒരു ധാരണയിൽ
എത്തുന്നുണ്ട് എന്നുള്ള. അപ്പൊ അത്തരത്തിലുള്ള ശ്രേണീകരണം നടക്കുന്നുണ്ട്. അത് നമ്മുടെ ക്ലാസിഫിക്കേഷനായിട്ട് ബന്ധപ്പെട്ടതല്ലേ എന്നാണ് ഞാൻ പറഞ്ഞത്. ഈ ചോദ്യത്തിനുള്ള ഉത്തരമായിട്ടല്ല, എൻ്റെ ഒരു പ്രതികരണമായിട്ട് കണ്ടാൽ മതി.